ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹ്രീമി തസ്വീരിൽ ഹയവാൻ. ജീവികളുടെ ചിത്രം നിർമ്മാണം ഹറാമാണെന്ന് പറയണ ബാബ്. അത് എവിടെയാണെങ്കിലും ഫി ബിസാത്തിൻ ഔ ഹജരിൻ, അത് നിലത്തിച്ചിട്ട വിരിപ്പിലാണ്, അല്ലെങ്കിൽ കല്ലുമലാണ്, ഔ സോബിൻ അല്ലെങ്കിൽ വസ്ത്രത്തിലാണ്, ഔ ദിർഹമിൻ ഔ മിഹദ്ദത്തിൻ ഔ ദീനാരിൻ, സ്വർണ്ണവെള്ളി നാണയത്തിലോ കവിള് വെച്ച് കിടക്കാനുള്ള തലയണയിലൊക്കെ ആണെങ്കിലും, ഓ വിസാദത്തിൻ വൈരുതാരിക്ക, എന്നാലും ശാരീരിക്കാനുള്ള തലയിലാണെങ്കിലും അല്ലാത്തവരാണെങ്കിൽ എവിടെയാണെങ്കിലും ജീവികളുടെ ചിത്രം ഉണ്ടാക്കൽ ഹറാമാണ്. എന്നാൽ തഹരീം ഇത്തിഹാദ് സൂറത്ത് വിഹായത്തിം വസിത്തിരിയും വൈമാമത്തിം വതോബിം വനാവിഹ, ചില സ്ഥലങ്ങളിലൊക്കെ ജീവികളുടെ സൂറത്തിന് അവിടെ ഇസ്തിദാമത്ത് ചെയ്യൽ, നിലനിർത്തലും നശിപ്പിക്കാതെ നിത്യമാക്കലൊക്കെ ഹറാമാണ്. ചില സ്ഥലത്ത് ജായിസുമാണ്. നേരത്തെ പറഞ്ഞ ദിർഹമ് ദീനാറിലൊന്നും എന്തില്ല, ഇത്തിഹാദ് ഹറാമില്ല, അവിടെയൊക്കെ തസ്വീർ ഹറാമാണെങ്കിലും. വൽ അംരിബി ഇത്തിലാഫി സുവരി, സൂറത്തുകളൊക്കെ നശിപ്പിക്കണം, അത് നിർബന്ധമാകുന്നെന്ന് കൽപ്പിക്കുന്ന ബാബാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജീവികളുടേതാണ് ഹറാമുള്ളത്, നിർജീവികളുടേത് ഹറാമില്ല. പൂവ് മരം പോലത്തെ ഹറാമില്ല. അതുപോലെ തന്നെ ജീവികളുടെ ചിത്രം ഉണ്ടാക്കലും അത് ഉള്ളത് നിലനിർത്തുന്നതും രണ്ട് വിധിയാണ്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ വീട്ടിൽ നിലത്ത് വിരിച്ച വിരിപ്പിലോ ബെഡിലോ നിലത്ത് വെച്ച തലയിണയിലോ ഒക്കെ ജീവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ അവിടെ നിലനിർത്താം. അതേ സ്ഥലത്തിൽ കർട്ടണിലോ അതല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ ചുമരുമ്മലോ സീലിങ്ങുമ്മലോ പോലത്തെ ഒരാദരിക്കപ്പെടുന്ന രീതിയിൽ ഉയർത്തി വച്ചിരിക്കുകയാണെങ്കിൽ അത് നശിപ്പിക്കലും അവിടേക്ക് കല്യാണത്തിന് പോകാതിരിക്കലും നിർബന്ധമാണ്. എന്ന് ഏതും നിന്ദ്യമാക്കപ്പെട്ടാലും അല്ലെങ്കിലും ജീവിയുടെ ചിത്രം ഉണ്ടാക്കുക എന്നുള്ള പണി ഹറാമാണ്. അപ്പോൾ ചിത്രം ഉണ്ടാക്കുന്നതിൻ്റെ വിധി വേറെ, അത് ഉള്ളത് നിലനിർത്തുന്നതിൻ്റെ വിധി വേറെ. നിന്ദ്യമാക്കപ്പെടുന്ന വിധത്തിലാണെങ്കിൽ നിലനിർത്തൽ അവിടെ അനുവദനീയമാണ്. ആണെങ്കിലും അല്ലെങ്കിലും ചിത്രം ഉണ്ടാക്കൽ ഹറാമാണ്. എന്നപോലെ ജീവിക്കാൻ ആവശ്യ ഭാഗം ഫുള്ള് ഉൾക്കൊള്ളുമ്പോഴേ ഹറാം വരുള്ളൂ എന്നാ പ്രബലം. മുഖം മാത്രം ആണെങ്കിൽ ഹറാമില്ല, ഹാഫ് ഫോട്ടോ ജായിസാവും. ചില ആളുകൾ 6 ഭാഗം എന്ന് പറയാറുണ്ട്. അങ്ങനെ 6 ഭാഗത്തിൻ്റെ ചർച്ച ഈ തസ്വീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞതായി കണ്ടിട്ടില്ല. ഈ 6 ഭാഗം എന്നുകൊണ്ട് തടിയുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, തൊട്ട തടയുന്ന വിധത്തിൽ തടിയുള്ള പ്രതിമ പോലത്തെ തടിയുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ചർച്ച ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ജീവികളുടെ ചിത്രത്തിനെ നിലനിർത്തുന്നിടത്ത് മാത്രമേ ചർച്ചയുള്ളൂ. തസ്വീർ എന്ന വിധത്തിൽ അഥവാ ജീവി ചിത്രം ഉണ്ടാക്കുക എന്ന പ്രവർത്തനം മുത്തലക്കൻ ജീവിക്കാൻ ആവശ്യമാകും ഫുള്ള് ഉൾക്കൊള്ളുമെങ്കിൽ ഹറാമ് തന്നെയാണ്. ഇനി ഹദീസ് നോക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സുവറ, ഈ ജീവികളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ യുഅദ്ദബൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്. യുഖാലു ലഹും, ഓരോട് പറയപ്പെടും, മഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ നിർമ്മിച്ചതിന് നിങ്ങൾ തന്നെ ജീവൻ നൽകൂ. മുത്തഫഖുൻ അലൈഹി. വഅൻആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സഫർ, മുത്തനബി ഒരു യാത്രയിൽ നിന്ന് മുന്നിട്ട് വന്നു. ഏത് സീല് വഖദ് സതറത്തു സഹുവത്തല്ലി, എനിക്കുള്ള ഒരു പുറംകോലായിയെ ഞാൻ മറച്ചിരുന്നു. ബികിറാമിൻ, ഒരു നേർത്ത വിരിപ്പ് കൊണ്ട്, ഫീഹി തമാസീലു, അതിൽ ചില ജീവികളുടെ ഫോട്ടോസ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഫലമ്മാ റാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലവന വജുഹു, മുഖം നിറം മാറി. വഖാല, അവിടെ നിന്ന് പറഞ്ഞു, യാ ആയിഷ, ആയിഷ, അശദ്ദുന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷയാൽ ജനങ്ങളിൽ ഏറ്റവും കാഠിന്യമുള്ളവർ അല്ലദീന, അവർ വിഭാഗമാണ്, യുളാഹൂന ബി ഖൽഖില്ലാഹി, അള്ളാഹുവിനെ സൃഷ്ടിക്കുക എന്ന കർമ്മത്തിനോട് തുല്യമാകുന്ന വിഭാഗമാണ്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖതനാഹു, ആ വിരി ഞങ്ങൾ മുറിച്ചു. ജഅൽനാമിൻ വിസാദത്തന്നോ വിസാദത്തൈനി, ഒന്നോ രണ്ടോ തലയണ ഞങ്ങൾ അതുകൊണ്ട് നിർമ്മിച്ചു. മുത്തഫഖുൻ അലൈഹി. അൽ കിറാമു ബി ഗസ്രിൽ ഖാഫി, ഖാഫിന് ഗസ്ർ കൊണ്ട് കിറാം എന്ന് വായിക്കണം. ഹോ സിത്രു, വിരി എന്നർത്ഥം. സഹുവത്തു, സഹുവത്ത് എന്ന് പറഞ്ഞാൽ ബി വത്തിഹി സീനിൽ മുഹമ്മദത്തി, പുള്ളില്ലാത്ത സീനിന് ഫത്ത് കൊണ്ട് വായിക്കണം. വഹിയ സുഫത്തു തക്കൂന് ബൈനയദൈൽ ബൈത്തി, വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാകുന്ന പുറങ്കോലായി എന്നർത്ഥം. വക്കീല, ഒരഭിപ്രായം എന്ത്, ഹിയ, ഈ സഹുവ എന്ന് പറഞ്ഞാൽ താക്കുന്നാഫിദു ഫിൽ ഹായിത്തീൻ, ചുമരിലൊക്കെ ഉണ്ടാകുന്ന, അതുപോലെ തന്നെ ഈ
മതിൽമലൊക്കെ ഉണ്ടാവുന്ന ഈ ഭാഗത്തിൽ നിന്ന് ആ ഭാഗത്തേക്ക് കടക്കുവാനുള്ളതായിരിക്കുന്ന സ്പേസിനാണത് പറയല് എന്ന് അങ്ങനെ അഭിപ്രായമുണ്ട്. وعن ابن عباس رضي الله عنهما أنه قال سمعت رسول الله صلى الله عليه وسلم يقول رسول الله പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് കുല്ലു മുസവ്വിരിൻ ജീവികളുടെ ചിത്രമുണ്ടാക്കുന്ന ആളുകളൊക്കെ ഫുന്നാർ ഒലക്ക നരകത്തിലാണ്. ഇജാലു ലഹു അവനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെടും ബി കുല്ലി സൂറത്തിൻ സവ്വറഹ അവൻ നിർമ്മിച്ച എല്ലാ സൂറത്തിന് പകരവും നഫ്സിന് ഓരോ തടി പടക്കപ്പെടുന്നതാണ്. ഒരു സിറപ്പ പറഞ്ഞ കേട്ടോ. അവൻ 1000 ഫോട്ടോ ഉണ്ടാക്കിയെങ്കിൽ ഇവനിക്ക് 1000 തടി ഉണ്ടാക്കും. എന്നിട്ട് വ്യാധി ബുഹൂ ഇവനെ ആ 1000 തടിയെയും ശിക്ഷിക്കും വി ജഹന്നമ നരകത്തിലിട്ട് കാണ്ട്. അല്ലെങ്കിൽ ഇജലബിക്കുള്ള സൂറത്തിന് സബ്രഹ നഫ്സോൻ ഉണ്ടാക്കിയ എല്ലാ ചിത്രത്തിനേക്കും എന്തുണ്ടാക്കും? റൂഹാണ് കൊടുക്കപ്പെടും. നഫ്സിന് റൂഹ് നടത്തണം, റൂഹ് കൊടുക്കും. ത്രിയാതി ബുഹുങ്ങട്ട് ആ ജീവി വന്നിട്ട് ഇവനെ ശിക്ഷിക്കും വി ജഹന്നമ നരകത്തിൽ. ഇപ്പം നാടിനെയും കോയിനെയും പോത്തിനെയും വയാതി ആനനെയും സിംഹത്തിനുണ്ടാക്കിയെങ്കിൽ ആ സിംഹവും കടുവയൊക്കെ വന്നിട്ട് ഇവനെന്ത് ചെയ്യും? നരകത്തിൽ ഇങ്ങനെ കടിച്ചും കുത്തും മാന്തൊക്കെ ചെയ്യുമെന്ന്. കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഫൈൻകുന്തലാബുദ്ധ ഫായിലൻ, നീ ചെയ്യൽ കൂടാതെ കഴിയാത്തവനാണ് എങ്കിൽ, അഥവാ അവൻ്റെ തൊഴിലതാണ്, നീ വന്ന് പറഞ്ഞ ആളെ തൊഴിലതേനും ജീവനുണ്ടാക്കി ജീവികളെ ഉണ്ടാക്കി കൊടുക്കണ പണീനെ മൂപ്പർക്ക്. അപ്പോൾ മൂപ്പരോട് പറഞ്ഞ്, നിനക്ക് കൂടാതെ കഴിയൂലെങ്കിൽ ഫസ്നായി ഷജറ, മരത്തിൻ്റെ ഫോട്ടോ ഉണ്ടാക്കി കൊടുത്തോണ്ട് യോമ ലാ റൂഹ ഫീഹി, അതുപോലെ തന്നെ റൂഹില്ലാത്ത മറ്റു പല വീട് പോലുള്ള എന്തിൻ്റെയൊക്കെ ചിത്രമൊക്കെ ഉണ്ടാക്കി കൊടുത്തോളുണ്ട്. മുത്തഫഖുന്നലൈഹി വഅൻഹു അന്നഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സവ്വറ സൂറത്തൻ ഫി ദുനിയ, ദുനിയാവിൽ ആരെങ്കിലും ജീവികളുടെ ചിത്രം നിർമ്മിച്ചാൽ കുല്ലിഫ ഓനോട് നിർബന്ധിക്കപ്പെടും, യൻഫുഖ ഫീഹ റൂഹ, അതിൽ ആത്മാവ് ഊതാൻ കൽപ്പിക്കപ്പെടുന്നതാണ്, നിർബന്ധിക്കപ്പെടുന്നതാണ്. യൗമൽ ഖിയാമ, അന്ത്യനാളിലെ, വലൈസ ബിനാഫിഖിൻ, എന്നാൽ അത് റൂഹ് ഊതാൻ ഒരിക്കലും സാധ്യവുമല്ല. മുത്തഫഖുൻ അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعن ابن مسعود رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول, رسول الله പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശിക്ഷയാൽ ജനങ്ങളിൽ ഏറ്റവും കഠിനമായവൻ അൽ മുസവ്വിറൂൻ, സൂറത്തുണ്ടാക്കുന്നവരാണ്, ജീവികളുടെ ചിത്രമുണ്ടാക്കുന്നവരാണ്. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹു തആല അല്ല പറയുന്നുണ്ട്, ഇത് ഖുദ്സി ഹദീസാണെന്ന് അർത്ഥം. ഒമൻ അല്ലമു, ആരുണ്ടടോ ഏറ്റവും വലിയ അക്രമി, മിമ്മൻ ഒരുത്തനേക്കാൾ, ദഹബാ അവൻ മുന്നോട്ട് പോയി, യഖ്ലുഖു ഖൽഖി ഞാൻ സൃഷ്ടിക്കുന്ന പോലെ സൃഷ്ടിക്കാൻ തുനിയുന്നവനാ നിലയിൽ, ഫല്യഖ്ലുഖു എന്നാൽ അവനൊന്നിപ്പോൾ നിർമ്മിക്കട്ടെ, ദർറത്തൻ ഒരു ഉറുമ്പനെ നിർമ്മിക്കട്ടെ, ഔലിയഖ്ലുഖു ഹബ്ബത്തൻ വേണ്ട ഒരു ധാന്യം നിർമ്മിക്കട്ടെ, കയ്യൂല, ഔലിയഖ്ലുഖു ശഈറത്തൻ അല്ല ഒരു ഗോതമ്പ് മണി അവരെന്ത് ചെയ്യട്ടെ, നിർമ്മിക്കട്ടെ, കഴിയൂല. തക്കാളി ഉണ്ടാക്കാൻ നമുക്ക് വയ്ക്കോ? തക്കാളിൻ്റെ മോഡലും ആണെങ്കിൽ ഷോക്കേസിൽ ഉണ്ടാക്കാൻ തക്കാളി ഉണ്ടാക്കാൻ വയ്ക്കൂലല്ലോ, കഴിയൂലേ, തക്കാളി ആവൂലല്ലേ അന്നെ. മുത്തവക്കുന്നലേ. وعن أبي طلحة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, رسول الله പറയാണ്, ലാ തദ്ഖുലുൽ മലായികത്തു, അല്ലാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല, ബൈത്തൻ ഒരു വീട്ടിൽ, ഫീഹി കൽബും വലാ സൂറത്തുൻ, ആ വീട്ടിൽ എന്തുണ്ട്? നായ ഉണ്ട്, അല്ലെങ്കിൽ ജീവികളുടെ ഫോട്ടോ ഉണ്ട്, അങ്ങനത്തെ വീട്ടിക്ക് റഹ്മത്ത് മേൽ കിടക്കൂല. റഹ്മത്ത് മേലക്ക ഉദ്ദേശം ഇവിടെ കാണാം, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. പിന്നെ وعن ابن عمر رضي الله عنهما أنه قال وعد رسول الله صلى الله عليه وسلم جبريل, മുത്തനബിനോട് ജിബ്രീൽ അലൈഹിസ്സലാം വാക്ക് കൊടുത്തു, അയതിയഹു തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ വരാമെന്ന് വാക്ക് കൊടുത്തു, ഇന്നാല ടൈമിൽ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ റാസലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബിന് മേലിൽ പിന്തി വരുന്ന കാണാനല്ല, പറഞ്ഞ ടൈമിൽ വരുന്ന കാണാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ വല്ലാതെ വിഷമമാവുന്നത് വരെ. എന്താ വരാത്ത്? അങ്ങനെ ഫഖറജ മുത്തനബി വെളിയിലേക്ക് ഇറങ്ങി, ഫലഖീഹു ജിബ്രീൽ, അപ്പോൾ മുത്തനബിയെ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടുമുട്ടി. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ജിബ്രീലിൻ്റെ അവിടെ. ഷക്കായിലേഹി ജിബ്രീലിലേക്ക് മുത്തനബി ആവലാതി പറഞ്ഞു, അതിലെന്തെങ്കിലും പറഞ്ഞ ടൈമിൽ വരാത്തത് ചോദിച്ചു. ഫഖാല
ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നാ നിശ്ചയമാണ് ഞങ്ങൾ, അഥവാ ഞങ്ങളാകുന്ന മലക്കു വിഭാഗം, ലാനത് ഹുലു ഞങ്ങൾ പ്രവേശിക്കൂല ബൈത്തൻ ഒരു വീട്ടിൽ, ഫീഹി കെൽബുൻ അവിടെ നായയുണ്ട്, വലാ സൂറത്തുൻ ജീവികളുടെ ഫോട്ടോ ഉണ്ട്, അത്ര വീടുകളിലേക്ക് ഞങ്ങൾ കടക്കൂല. ഞാൻ വന്നീനു, പക്ഷെ നിങ്ങളെ വീട്ടിൽ എന്തുണ്ടായിരുന്നു, കടക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു, അതേ കടക്കാഞ്ഞത്. റവാഹുൽ ബുഖാരി. എന്താ പ്രശ്നം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് വരുമ്പോൾ മനസ്സിലാവും. പിന്നെ റവാഹുൽ ബുഖാരി. റാസ എന്ന് പറഞ്ഞാൽ അബ്ത എന്നർത്ഥം, പിന്തീൻ. വഹുബിസാഇൽ മുസല്ലസത്തി 3 പുള്ളിയുടെ സാ കൊണ്ട് വായിക്കണം. വന്നായിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ മുത്തനബിയുമായിട്ട് വാക്ക് കൊടുത്തു, ബിസാഅത്തിൻ ഒരു സമയത്ത്, യതിയഹു തങ്ങടുത്ത് ആ സമയത്ത് വരാമെന്ന്. ഫജാഅത്ത് തിൽക സാഅത്തു ആ ടൈം എത്തിയിട്ട് വലം ഏത്തിഹി ജിബ്രീൽ വന്നില്ല അലൈഹിസ്സലാം. കാലത്ത് ആയിഷ ബി പറയാണ്, വക്കാന ബിയദിഹി ഹസൻ തങ്ങളുടെ കയ്യിലൊരു മുട്ടം വടി ഉണ്ടായിരുന്നു. ഫതറഹഹാ ബിയദിഹി തങ്ങള് ദേഷ്യം കൊണ്ട് ആ വടി കയ്യിൽ നിന്ന് നിലത്തേക്ക് അങ്ങിട്ടു. പറഞ്ഞ നേരത്തെ വരായിട്ടേ വരാന്ന് പറഞ്ഞിട്ട് വരാത്തത്. ഓഹോ യഖൂലു തങ്ങൾ പറയുന്നുണ്ട്, മാ യഖ്ലിഫുല്ലാഹു അഅദഹു വലാ റസൂലുഹു, അല്ലാഹുവിന്റെ റുസുലുഹു ദൂതന്മാരൊന്നും വാക്ക് പേപ്പിച്ചൂലല്ലോ എന്ന് പറഞ്ഞു. വടിയനിട്ട് നിലത്തത്. സുമ്മലത്തെ പദാർത്ഥങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി. ആ സമയത്തുണ്ട് ഫൈദ, ആ സമയത്തുണ്ട് ജിറു കെൽബിൻ ഒരു നായയുടേതായിരിക്കുന്ന ഒരു ശവമുണ്ട്, താത്ത ശരീരിഹി തങ്ങളുടെ കട്ടിൻ്റെ താഴെ ഒരു നായ്ക്കുട്ടി ചത്തിറക്കുന്നുണ്ട്. ഫകാല തങ്ങൾ വെച്ചു, മത്താ ദഹല ഹാദൽ കെൽബു, ഇപ്പം ഈ നായ്ക്കുട്ടി അകത്ത് കയറിയപ്പോഴേ കൊൽത്തു ഞാൻ ഫക്കുൽത്തു ഞാൻ ആശബി വരാണ്, ഞാൻ പറഞ്ഞു, വല്ലാഹി അള്ളാഹു ആണേ സത്യം, മാ ദറൈത്തു ബിഹി നബിയെ ഞാനിത് അറിഞ്ഞിരുന്നില്ല. ഫമറ ബിഹി തങ്ങൾ പറഞ്ഞു, ഒക്കെ പുറത്ത് ഒഴിവാക്കിയാണ് കാരണം. ഫൗഹരിജ അത് പുറത്താക്കപ്പെട്ടു. ഫജാഹു ജിബ്രീൽ അലൈഹി സ്വലാം, അപ്പോൾ ജിബ്രീൽ വന്നു. അതുവരെ ആരും വന്നില്ല, ജിബ്രീൽ സ്വലാം വന്നു. ചത്ത പട്ടിക്കുട്ടി അവിടെ എന്താ എന്ത് ചെയ്തില്ല, വന്നില്ല. പിന്നെ വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചോദിച്ചു, വഅത്തനി നിങ്ങളോടൊരു വാക്ക് തന്നീനല്ലോ. ഫജലസ്തു ലക്ക നിങ്ങൾ കാത്ത് ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്നിരുന്നല്ലോ കുറേ നേരം, തേത്തി ആ സമയത്ത് നിങ്ങൾ വന്നില്ലല്ലോ. ഫഖാല ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, മന അനിൽ കെൽബു നായയാണ് എന്നെ മുടക്കിയത്, അല്ലത് ഈ കാനഹി ബൈത്തിക്ക തങ്ങളുടെ റൂമിലുണ്ടായിരുന്ന നായല്ലേ അതാണ് എന്നെ മുടക്കിയത്. ഇന്നാലാനദ്ഖുലു ഞങ്ങൾ പ്രവേശിക്കൂല ബൈത്തൻ്റെ വീട്ടിക്ക്, ഫീഹി കെൽബും വല സൂറത്തുൻ നായയും ജീവികളുടെ ഫോട്ടോ ഉള്ള വീട്ടിക്ക് ഞങ്ങൾ എന്ത് ചെയ്യൂല, പ്രവേശിക്കൂല. റവാഹു മുസ്ലിം. പിന്നെ വന്നബിൽ ഹയ്യാജി ഹയ്യാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി അലി ഇബ്നു അബീ ത്വാലിബ് എന്നോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹ്, എന്നെ പണ്ട് മുത്തുനബി ഏതൊരു വാക്ക് തന്നാണ് വിട്ടതെങ്കിൽ അതേ വാക്കുമായിട്ടാണ് ഞാൻ താങ്കളെ പറഞ്ഞയക്കുന്നത് എന്ന് ഹയ്യാൻ എന്നവരോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് ആ വിഷയം എന്നറിയോ? അന്നഥവാ ലാ തദഉ സൂറത്തം ഇല്ലാ തമസ്തഹാ ജീവിയുടെ ഫോട്ടോ നീ ഒഴിച്ചിടരുത്, അടിച്ച് തകർത്തിട്ടല്ലാതെ, വലാ കബറം മുശ്രിഫൻ പൊങ്ങി നിൽക്കുന്ന ഒരു കബറിനെയും നീ ഒഴിച്ചിടരുത്, ഇല്ല സവ്വൈതഹു അത് നീ നിരത്തിയിട്ടല്ലാതെ. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹരീം ഇത്തിഹാദിൽ കൽബി, നായ വളർത്തൽ ഹറാമാണെന്ന് പറയണ ബാബ്. പെരയിൽ നായ വളർത്താം. ഇല്ലാലി സ്വൈദിൻ ഒന്നുകിൽ വേട്ടയാട വേണ്ടിയാണെങ്കിൽ ഒഴികെ, ഔ മാഷിയത്തിൻ അതല്ലെങ്കിൽ തൻ്റെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാനാണെങ്കിൽ ഒഴികെ, ഔ സിറഇൻ കൃഷി കാക്കാണെങ്കിൽ ഒഴികെ, ഈ 3 കാര്യത്തിനല്ലാതെ നായ വളർത്താൻ പാടില്ല. അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, മനികത്തന കെൽബൻ ആരെങ്കിലും നായ വളർത്തിയാൽ, ഇല്ലാ കെൽബ സൈദിൻ വേട്ടക്കുള്ള മൃഗം നായ ഒഴികെ, ഔ മാഷിയത്തിൻ അല്ലെങ്കിൽ നാൽക്കാലികളെ മേയ്ക്കാനുള്ളത് അതായിരിക്കുന്ന നായ ഒഴികെ, അങ്ങനെ അനാവശ്യമായി നായ വളർത്തിയാൽ ഫൈന്നുഹു യങ്കുസുമിൻ നിൻഷിമിൻ്റെ കാര്യം യങ്കുസുമിൻ അജ്രി തൻ്റെ കൂലിയിൽ നിന്ന് കുറയും, കുല്ലയോമിൻ കീറാത്താനി എല്ലാ ഓരോ ദിവസവും 2 കൂമ്പാരം കുറയും. മുത്തഫഖുൻ അലൈഹി. വഫി കീറാത്തുൻ 2 നില സ്ഥാനത്ത് 1 കീറാത്ത് കുറയുന്ന റിപ്പോർട്ടിലുള്ളത്. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم മം അംസക കൽബൻ ആരെങ്കിലും നായനെ വീട്ടിൽ തടഞ്ഞു വെച്ചാൽ, ഫൈന്നഹു യങ്കുസു കുല്ല യൗമിൻ എല്ലാ ദിവസവും അത് കുറക്കും, മിൻ അമലിഹി തൻ്റെ അമലിൽ നിന്ന് കുറയും, എല്ലാ കീറാത്തുൻ ഒരു കൂമ്പാരം കുറയും, ഇല്ലാ കൽബഹർസിൻ കൃഷിക്കുള്ളത് അതായിരിക്കുന്ന
നായൊഴികെ ഔമാഷിയത്തിൻ അല്ലെങ്കിൽ ആടുമാടവട്ടങ്ങളെ മേയ്ക്കാനുള്ളതൊഴികെ. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൽ മുസ്ലിമിൻ, മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, മനിക്കത്തന കെൽബൻ, ആരെങ്കിലും നായ വളർത്തിയാൽ, ലൈസ എങ്ങനെ നായയാണ്, അതല്ല ബി കെൽബി സൈദിൻ, വേട്ടക്കുള്ള നായ അല്ലട്ടോ, വല മാഷിയത്തിൻ, അത് നാൽക്കാലികളെ മേയ്ക്കാനുള്ളതും അല്ല, വല അർദിൻ, ഭൂമി സംരക്ഷിക്കാനുള്ളതുമല്ല, അങ്ങനെയുള്ള നായ വളർത്തിയാൽ ഫൈന്നഹു യൻഖുസു മിൻ അജ്രി ഖിറാത്താനി കുല്ല യൗമിൻ, നിത്യേന 2 കൂമ്പാരം പ്രതിഫലം ഓന്റെ കൂലിയിൽ നിന്ന് കുറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു കറാഹത്തി തഅലീഖിൽ ജറസി. കൊടമണി കെട്ടല്, ചിലങ്ക കെട്ടലും ഒക്കെ കറാഹത്താണെന്ന് പറയുന്ന ബാബ് ഫിൽ ബഈരി, ഒട്ടകത്തിലും, വഗൈരിഹി മിനദ്ദവാബി, മറ്റു മൃഗങ്ങളിലും. കറാഹിയത്ത് ഇസ്തിസ്ഹാബിൽ കെൽബി വൽ ജറസി, അതുപോലെ തന്നെ നായനെയും വെല്ലിനെയും കൊടമണിനെയൊക്കെ അത് സവസിപ്പിക്കലും കറാഹത്താണെന്ന് പറയുന്ന ബാബ് ഫിസഫരി, യാത്രയിലാ നിലയിൽ. അപ്പം യാത്ര ചെയ്യുമ്പോൾ ഒട്ടകത്തിൻ്റെ മേത്തും മറ്റുമൊക്കെ ഇങ്ങനെ കൊടമണി കെട്ടിയേക്കുക, അതുപോലെ തന്നെ നായനൊപ്പം കൊണ്ടു നടക്കുക യാത്രയിലേ. പിന്നെ عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم لا تصحب الملائكة رفقة. ഒരു വാഹന സംഘത്തോട് മലക്കൾ സവസിക്കൂല, യാത്ര സംഘത്തോട്. ഫീഹ, യാത്ര സംഘത്തിലുണ്ട് കെൽബുൻ, നായുണ്ട്, ഔ ജറസുൻ, അല്ലെങ്കിൽ കൊടമണി ചിലങ്കിയൊക്കെ ഉണ്ട്. റവാഹു മുസ്ലിം. വൻഹു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മുത്തനബി പറഞ്ഞു, അൽ ജറസു മസാമീറു ശൈത്താൻ, ചിലങ്കയും കൊടമണിയൊക്കെ എന്താണ്, പിശാചിൻ്റെതായിരിക്കുന്ന ഇതാണ്, വാദ്യോപകരണങ്ങളാണ്. പിശാചിനുമുണ്ട് വീണയും തബലയൊക്കെ. റവാഹു മുസ്ലിം. ബാബു കറാഹത്തി റുകൂബി ജല്ലാല, ജല്ലാലയെ വാഹനമാക്കി കയറൽ കറാഹത്താണ് പറയണ ബാബ്. വഹിയായി ജല്ലാല എന്ന് പറഞ്ഞാൽ അൽ ബഈറു അവി നാക്കത്തു അല്ലത്തി തേക്കുൽ അദറത്ത, കാഷ്ടം തന്നെ തിന്നുന്നതായിരിക്കുന്ന ഒട്ടകം, ആണൊട്ടകവും പെണ്ണൊട്ടകവും. ഫൈൻ അക്കലത്ത് അൽഫൻ താഹിറൻ, അങ്ങ് പിന്നീട് അത് നല്ല പച്ചപ്പുല്ല് തിന്നുകയും ഫതാബലഹമു, ആ മാംസം നന്നായി വരികയും ചെയ്താൽ ജാലത്തിൽ കറാഹത്തു, തറാഹത്ത് പോവുകയും ചെയ്യും. ഇത് കോഴി അങ്ങനെ തന്നെയാണ്. ജല്ലാല കോഴി തിന്നൽ മോശമാണ്, കാഷ്ടം തന്നെ തിന്നത് കോഴി. ഇങ്ങോട്ട് അതിൻ്റെ മാംസത്തിന് തന്നെ ഇതിൻ്റെ മണം തുടങ്ങിയേക്കും, കാഷ്ടത്തിൻ്റെയും മണം തുടങ്ങിയേക്കും, അത് തിന്നൽ കറാഹത്താണ്. عن ابن عمر رضي الله عنهما أنه قال نهى رسول الله صلى الله عليه وسلم عن الجلالة. ജല്ലാലയെ തൊട്ട് റസൂലുള്ളാഹി വിലക്കിയ തിന്നലിനെ തൊട്ട്, പിന്നെ വാഹനക്കാരലെ തൊട്ടൊക്കെ. ഫിൽ ഇബിലി, ഒട്ടകത്തിലെ കാര്യത്തിൽ, അഥവാ യുർക്കബലൈഹ, അതിൻ്റെ മേൽ വാഹനം കയറപ്പെടലിനെ റസൂലുള്ളാഹി വിലക്കി. റവാഹു അബൂദാവൂദ് ഇസ്നാദുൻ സ്വഹീഹ്. ബാബുൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ നഹ്യി അനിൽ ബുസാഖി ഫിൽ മസ്ജിദി, പള്ളിയിൽ തുപ്പുന്നതിനെ തൊട്ട് വിലക്കണ ബാബ്. വൽ അംരി ബി ഇസാലത്തിഹി മിൻഹു ഇദാ ഉജിദ ഫീഹി, പള്ളിയിൽ അങ്ങനെ തുപ്പുനീരെത്തിക്കപ്പെട്ടാൽ ആ പള്ളിയിൽ അത് നീക്കൽ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ബാബ്. വൽ അംരി ബി തൻസീഹിൽ മസ്ജിദി അനിൽ അഖദാരി, എല്ലാ മ്ലേച്ഛ വസ്തുവിനെ തൊട്ടും പള്ളിയെ പരിശുദ്ധമാക്കണം എന്ന് കൽപ്പിക്കുന്ന ബാബ്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ പറഞ്ഞാൽ ബുസാഖ് ഫിൽ മസ്ജിദി, പള്ളിയിൽ തുപ്പുക എന്നത് ഖതിയത്തുൻ, അതൊരു പാപമാണ്. കഫാറത്തുഹാ ദഫ്നുഹാ, അതിനുള്ള പ്രായശ്ചിത്തം അത് ദഫൻ ചെയ്യലാണ്. മുത്തഫഖുൻ അലൈഹി. വൽ മുറാദു ബി ദഫ്നിഹ, ഈ ബുസാഖിനെ, തുപ്പുനീരിനെ ദഫൻ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇദാകാനൽ മസ്ജിദ് തുറാബൻ ഔ റംലൻ ഔ നഹവഹു, അത് മണ്ണോ മണലോ അത് പോലത്തോ ഒക്കെ ആവുമ്പോൾ, ഫയുവാരിഹ തഹത തുറാബിഹി, അപ്പോൾ അത് മണ്ണിൻ്റെ താഴെ അവൻ മൂടിയിടണം. ഖല അബുൽ മഹാസിൻ അർ റൂയാനി റളിയല്ലാഹു അൻഹു ഫി അസ്ഹാബിന ഫി കിതാബിൽ ബഹർ, ഇമാം റൂയാനി റളിയല്ലാഹു അൻഹു തൻ്റെ ബഹറിൽ പറയാണ്,
വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അൽ മുറാദ് ബി ദഫ്നിഹ, ഈ തുപ്പുനീരിനെ പള്ളിയിൽ ദഫൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇഹ്റാജു അമിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് പുറത്താക്കുക എന്നാണ് കീര എന്ന് ബഹറിൽ കാണുന്നുണ്ട്. അമ്മായിതാക്കാരൽ മസ്ജിദു മുബല്ലത്തൻ ഔ മുജസ്സസൻ, അപ്പോൾ പള്ളി കല്ലും മറ്റോ പതിക്കപ്പെട്ടതോ അതല്ലെങ്കിൽ സിമൻറ്റ് തേച്ചതൊക്കെയാണ് എങ്കിൽ ഫദലക്കഹ അലൈഹി ബി മദാസിഹി ഔ വൈരിഹി, അവൻ്റെ മെതിയടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ എന്ത് ചെയ്തു അവൻ ചവിട്ടി വരുത്തിയാൽ, കമാഫലഹു വസീറുമിന ജുഹാലി, മിക്ക ജാഹിലീങ്ങളും കാട്ടുന്ന മാതിരി അതിനെ ചവിട്ടി വരുത്തിയാൽ ലൈസ ദാലിക ബിദഫിനി, അതിന് ദഫിന് എന്ന് പറയില്ല. ബൽ സിയാദത്തും ഫിൽ ഖത്തിയത്തി, പാപത്തിൻ്റെ ഏറലേ ആവുള്ളൂ. തഖ്സീറുലിൽ ഖദ്രി ഫിൽ മസ്ജിദി, പള്ളിയിൽ വൃത്തികേട് മ്ലേച്ഛതയെ അധികരിപ്പിക്കലേ ആവുള്ളൂ. വാലാമൻ ഫാല ദാലിക്ക, അങ്ങനെ ചെയ്തവനിക്ക് ബാധ്യതയാണ്. യംസഹു ബാദ ദാലിക്ക, അതിന് ശേഷം അതിനെ അവൻ തടവിയെടുക്കൽ, ബി സൗബിഹി, വസ്ത്രം കൊണ്ട് തുടച്ചെടുക്കൽ, ഔ ബിയദിഹി, അല്ലെങ്കിൽ കൈകൊണ്ടോ, വൈരിഹി, അല്ലെങ്കിൽ മറ്റു വല്ലത് കൊണ്ടോ, ഔ യഗ്സിലഹു, അല്ലെങ്കിൽ കഴുകലോ അവനക്ക് ബാധ്യതയാണ്. വൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഫി ജിദാരിൽ ഖിബ്ലത്തി, മുത്തനബി പള്ളിൻ്റെ ചുമരിൽ കണ്ടു മുഖാത്തൻ ഔ ബുസാക്കൻ ഔ നുഖാമത്തൻ, മൂക്കട്ടയോ അതല്ലെങ്കിൽ തുപ്പുനീരോ അതല്ലെങ്കിൽ ഖഫമോ കണ്ടു. ഫഹക്കഹു, തങ്ങളത് ചുരണ്ടിക്കളഞ്ഞു. മുത്തഫഖുൻ അലൈഹി. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മസാജിദ്, ഇവിടെ ഈ പള്ളികളുണ്ടല്ലോ, ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദിഹിൽ ബൗലി വലൽ ഖദരി, ഈ മൂത്രം മറ്റ് മ്ലേച്ഛമായ വസ്തുക്കൾ ഇതിൽപ്പെട്ട ഒരു ഷെയ്നിക്ക് ഈ പള്ളി നന്നാവില്ല. ഇന്നമാഹിയൊരു ദിക്രില്ലാഹി താല, അത് അള്ളാഹ് ദിക്റല്ലാൻ മാത്രമുള്ളതാണ്. ഔ ഖിറാഅത്തിൽ ഖുർആനിൽ ഖുർആൻ ഓതാനൊക്കെ, ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ റിപ്പോർട്ടർ പറയണ, അല്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ വേറെന്തോ സംഗതി ഉണ്ട്, അങ്ങനെയാണ്. റവാഹു മുസ്ലിം. ബാബു കറാഹിയത്തിൽ ഹുസൂമത്തി ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് തർക്കം മോശമാണ് കാരണം ബാബ്. റഫ്ഖിസോത്തി ഫി, പള്ളിയിൽ നിന്ന് ശബ്ദം ഉയർത്തലും. നഷ്ദി ലാലത്തി, വീണുപോയ സാധനത്തിന്, നഷ്ടപ്പെട്ടു പോയ സാധനത്തിന് അന്വേഷിക്കലും. വൽ വൈ വഷിറ ഈ വൽ ഇജാറത്തി വൻ അബിഹാമിൽ മുആമലാത്തി, വിൽക്കുക, വാങ്ങുക, വാടകയ്ക്ക് കൊടുക്കുക, അതുപോലുള്ള എല്ലാ ഇടപാടും പള്ളിയിൽ നിന്ന് മോശമാണ് കാരണം ബാബ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറയുന്നത് കേട്ടു, മൻ സമിഅ റജുലൻ യൻഷുദു ളാലത്തൻ, കൈമോശം വന്നുപോയ വസ്തുവിനെ അന്വേഷിക്കുന്നതായിട്ട് ഒരാൾ റജുലിനെ ആരെങ്കിലും കേട്ടാൽ, ഫല്യഖുൽ, കേട്ടവൻ പറയട്ടെ, ലറദ്ദഹല്ലാഹു അലൈക, അള്ളാഹു നിന്റെ മേലെ ആ വസ്തുവിനെ തിരിച്ചരാതിരിക്കട്ടെ എന്ന് പറയണം. ഫൈനൽ മസാജിദ് ലം തുബ്നി ഹാദാ, പള്ളി എന്നതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല. റവാഹു മുസ്ലിം. വൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ്, ഇദാ റഅയ്തും മൻ യബിഉ യബ്തഉ ഫിൽ മസ്ജിദി, പള്ളിയിൽ വിൽക്കുകയോ വാങ്ങുന്നവനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഫഖൂലു, നിങ്ങൾ പറഞ്ഞോളി, ലാ റബഹല്ലാഹു തിജാറതക, കച്ചവടത്തിന് അല്ലാഹു ബറക്കത്ത് ചെയ്യാതെക്കട്ടെ. വഇദാ റഅയ്തും മൻ യൻഷുദു ളാലത്തൻ, വീണുപോയ വസ്തുവിൽ അന്വേഷിക്കുന്നതായിട്ട് കണ്ടാൽ, ഫഖൂലു, നിങ്ങൾ പറഞ്ഞോളി, ലാ റദ്ദഹല്ലാഹു അലൈക, അല്ലാഹു നിന്റെ മേലെ മടക്കി തരാതെക്കട്ടെ എന്ന് പറയണം. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. വൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ നശദ ഫിൽ മസ്ജിദി, ഒരു ചങ്ങായി പള്ളിയിൽ നിന്ന് അന്വേഷണം നടത്തി എന്ന് വെച്ചാൽ, ഫഖാലാൾ പറഞ്ഞു, മൻ ദഅ ഇലയ്യൽ ജമലൽ അഹ്മറ, എന്നെക്കൊള്ള എൻ്റെ ആ ചുവന്ന ഒട്ടകം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെനിക്ക് അറിയിച്ചു തരുന്നവൻ ആരാളല്ലോ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ട റസൂലുള്ളാഹി പറഞ്ഞു, ലാ വജത്ത, നീ അത് എത്തിക്കാതിരിക്കട്ടെ. കാരണം ഇന്നമാ ബുനിയത്തിൽ മസാജിദു ലിമാ ബുനിയത്തിലഹു, പള്ളി എന്തിനാ വളക്കപ്പെട്ടതെന്ന് വെച്ചാൽ അതിനുള്ളതാണ്. റവാഹു മുസ്ലിം. വഅൻ അംർ ഇബ്നു ശുഐബ് ബിൻ നബിയ്യൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ലക്കീനഹ അനി ശിറാഇ വൽ ബൈഇ ഫിൽ മസ്ജിദി, പള്ളിയിൽ വിൽക്കലത്തൊട്ടും വാങ്ങലത്തൊട്ടും വിലക്കി. വാൻ തുൻഷദ ഫീഹി ളാല, പള്ളിയിൽ കൈമോശം വന്നത് അന്വേഷിക്കപ്പെടലത്തൊട്ടും. വാൻ യുൻഷദ ഫീഹി ഷിർ, പള്ളിയിൽ പാട്ട് പാടലത്തൊട്ടും. റവാഹു അബൂ ദാവൂദ് തിർമിദി ഖാല ഹദീസുൻ ഹസൻ. വാൻ സായിബിനി യസീദിന് സഹാബി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കുന്തു ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിലായിരുന്നു. അപ്പം ഹസബനി റജുലുൻ, അപ്പോൾ ഏതോ ഒരാളെന്നെ കല്ലെടുത്ത് ഇങ്ങനെ, ചെറിയൊരു കല്ലെടുത്ത് ഇങ്ങനെ വെല്ലിട്ട് എറിഞ്ഞു. അപ്പോൾ അതർത്തു, അപ്പോൾ ഞാൻ എൻ്റെ തിരിഞ്ഞു നോക്കി. ഫൈദാ ഉമർ ഇബ്നു ഖത്താബ്, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഫഖാല ഇദ്ഹബ്, ഇത് പോയിട്ട്, ഫൈസിനി ബി ഹാദൈനി, ആ ഇരിക്കുന്ന ആ വർത്താനം പറഞ്ഞ ആൾക്കാരതാ ഓരണ്ടാളും ഇങ്ങോട്ട് വീട് വരാൻ പറഞ്ഞായിരുന്നു, കൊണ്ടുപോകാറ്. അപ്പോൾ ജീത്തുഹു ബിഹിമ, അങ്ങനെ ഞാൻ ഉമറെന്താ എടുത്തിട്ട് ആ രണ്ടാൾക്കാരെ കൊണ്ടുവന്നു. ഫക്കാല ഉമർ ചോദിച്ചു, മിൻ അതിനകത്ത് ഞങ്ങളോടൊന്ന് ചോദിച്ചു. ഫക്കാല അവർ രണ്ടുപേരും പറഞ്ഞു, മിൻ അഹിൽ തോയിഫ്, ഞങ്ങൾ തോഹിൻ്റെ അഹിലുകാരിൽപ്പെട്ടവരാണ് പറഞ്ഞു. ഫക്കാല ഉമർന്നോട് പറഞ്ഞല്ലോ, കൊന്തുമാ മിൻ അഹിൽ ബലദി, നിങ്ങൾ ഈ മദീനക്കാരായിരുന്നുവെങ്കിൽ ഔജാത്തുക്കുമാ, നിങ്ങൾ രണ്ടുപേരെ ഞാൻ വേദനിപ്പിക്കുമായിരുന്നു. തെർഫാനി, രണ്ടുപേര് ഉയർത്തുകയാണോ, സസ്വാത്തക്കുമാ,
നിങ്ങളുടെ ശബ്ദത്തിന് ഫി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ഈ മദീനത്തെ പള്ളിയിൽ റവാഹുൽ ബുഖാരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു നഹീമൻ, ഒരാളെ വിലക്കണ ബാബു. അങ്ങനത്തെ ഒരുത്തനാണ് അക്കല സൂമൻ ഔ ബസലൻ ഔ ഖുറാസൻ ഔ ഗൈറഹു. അവൻ ചീരുള്ളിയോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ മറ്റു ഉള്ളിയോ തിന്നു. ഔ ഗൈറഹു, അല്ലെങ്കിൽ ഉള്ളിയൊന്നും അല്ലാത്ത സാധനം തിന്നു. ഇമ്മാരഹു റായിഹത്തും കരിഹത്തും, ഈ അല്ലാത്ത എന്തിനാൽ വൃത്തിട്ട മണമുള്ള വസ്തുക്കളാൽ. അങ്ങനത്തെ ഒരുത്തനെ വിലക്കണ ബാബു എന്തിനെ തൊട്ട് അന്തുഹൂരിൽ മസ്ജിദി കബലതവാൽ റായിഹത്തിഹി, മണം നീങ്ങിപ്പോകുന്നതിൻ്റെ മുമ്പ് പള്ളിയിൽ പ്രവേശിക്കലിനെ തൊട്ട്. ഇല്ലാലി ദറൂറത്തിൻ, നിർബന്ധ സാഹചര്യത്തിലല്ലാതെ പള്ളിക്ക് കയറരുത്. അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ അകല മിൻ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിൽ നിന്ന് ആരെങ്കിലും കഴിച്ചാൽ സൂമ ഫലാ യഖ്റുബന്ന മസ്ജിദനാ, അപ്പോൾ നമ്മളെ പള്ളിയോട് അടുക്കരുത്. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ആരെങ്കിലും വെള്ളുള്ളി തിന്നുണ്ടെങ്കിൽ നമ്മളെ പള്ളിൻ്റെ അടുത്തേക്ക് വരണ്ട. വഫീരിവാത്തിന് മുസ്ലിമിൻ മസാജിദന, പള്ളികളോട് എന്നാണുള്ളത്. അപ്പം അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അകല മിൻ ഹാദിഹി ഷജറത്തി, ആരെങ്കിലും ഈ വെള്ളുള്ളി എന്ന് മരത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ യഖ്റബന്ന, നമ്മളോട് അടുക്കണ്ട. ഫലാ യുസല്ലിയന്ന മഅന, നമ്മളെ കൂടെ നിസ്കരിക്കുകയും ചെയ്യണ്ട. മുത്തഫഖുൻ അലൈഹി. വൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അകല സൂമൻ, ആരെങ്കിലും വെള്ളുള്ളി തിന്നാലോ ബസലൻ അല്ലെ ചീരുള്ളി തിന്നാൽ ഫൽ യാത്തസിൽന, നമ്മളുമായി മാറി നിൽക്കട്ടെ. ഔ ഫൽ യാത്തസിൽ മസ്ജിദന, നമ്മൾ പള്ളിയുമായി മാറി നിൽക്കട്ടെ. മുത്തഫഖുൻ അലൈഹി. വഫീരിവാത്തിന് മുസ്ലിമിൻ മൻ അകലൽ ബസല, ആരെങ്കിലും ചീരുള്ളി തിന്നാൽ അവ സൂമ, അതല്ലെങ്കിൽ പിന്നെ വെള്ളുള്ളി തിന്നാൽ അവൽ ഖുറാസ, അല്ലെങ്കിൽ ഖുറാസ് എന്ന് അറിയുന്ന ഒരു തരമുണ്ട് ദുർഗന്ധമുള്ള ചെടി, അത് ആരെങ്കിലും കഴിച്ചാൽ ഫലാ യഖ്റബന്ന മസ്ജിദന, അപ്പോൾ നമ്മളെ പള്ളിയോട് എടുക്കണ്ട. അപ്പോൾ ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ തഅവദ മിൻഹു ബനു ആദം, ആദമിൻ്റെ മക്കൾക്ക് ഏതെന്നാൽ വിഷമമുണ്ടാകുന്നു അങ്ങനത്തെ ഒന്നിനാൽ ആർക്കും വിഷമമുണ്ടാകും, മലക്കും വിഷമമുണ്ടാകും. നമുക്ക് ദുർഗന്ധമായിട്ട് ഓക്കാൻച്ചാൻ വരുന്നതാണെങ്കിൽ ആർക്കും ഉണ്ടാകും, അത് മലക്കും ഉണ്ടാകും. പിന്നെ വാൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖതബ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചൻ്റെ അന്ന് മൂപ്പര് പ്രസംഗിച്ചു. ഫഖാല, മൂപ്പര് പറഞ്ഞു, ഫീ ഖുത്ബത്തി, യാ സുമ്മ ഇന്നകും അയ്യുഹന്നാസ്, ഇനി ഞാൻ പറയുന്നേ ജനങ്ങളെ, നിശ്ചയം നിങ്ങൾ തഅക്കുലൂന ശജറത്തൈൻ, രണ്ട് സാധനങ്ങൾ കഴിക്കാറുണ്ട്, രണ്ട് ചെടികൾ കഴിക്കാറുണ്ട്. മാ ഉറാഹുമാ ഇല്ലാ ഹബീസത്തൈൻ, അത് രണ്ടും വളരെ വൃത്തികെട്ടതാണെന്നല്ലാതെ എനിക്ക് അഭിപ്രായമല്ല, വളരെ മോശമാണ് അതിൻ്റെ മണം എന്നാണ് എൻ്റെ അഭിപ്രായം. പച്ചന്നാലേ അൽ ബസല അവസ്തൂമ, ചീരുള്ളിയും വെളുത്തുള്ളിയും. ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വജദ റീഹഹുമാ മിൻ റജുലിൻ ഫിൽ മസ്ജിദി അമറ ബിഹി, റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇദാ വജദ റീഹഹുമാ മിൻ റജുലി, ഒരാളിൽ നിന്ന് ഈ രണ്ടിൻ്റെയും മണത്തെ എത്തിക്കുമ്പോൾ, ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചിട്ട്, അമറ ബിഹി, അയാളോട് പുറത്തു പോകാൻ കൽപ്പിക്കാറും കൽപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫൗഖരിജ, അയാളെ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. ഇലൽ ബഖീഇ, ബഖീഇലേക്ക്. ഫമന്നക്കലഹുമാ, ആരെങ്കിലും ഈ രണ്ടാം സാധനം തിന്നാൽ, രണ്ടും തിന്നാൽ, ഫൽയുമിത്തുഹുമാ തബ്ഖാ, അതിനെ അവന് വേവിക്കില്ലാൽ അതിനെ കൊന്നു കളയട്ടെ. എന്ന് വെച്ചാൽ ഒരാൾക്ക് അങ്ങനെ ഉള്ളി തിന്നണമെങ്കിൽ വേവിച്ച തിന്നാൽ ഇന്ന കുഴപ്പമില്ല, നമ്മളൊക്കെ ഉള്ളി കഴിക്കലില്ല, എങ്ങനെ വേവിച്ച് കഴിക്കും, പിന്നെ പ്രശ്നമില്ല. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു കറാഹിയത്തിൽ ഇഹ്തിബായി, മുട്ടുകെട്ടിരിക്കൽ മോശമാണ് എന്ന് പറഞ്ഞ ബാബു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചൻ്റെ അന്ന്. ഏത് സീലുൽ ഇമാം യഖ്തുബു, ഇമാം ഖുതുബ ഓതുന്നവരായിക്കൊണ്ടേയിരിക്കെ. കാനിൽ അന്നഹു അജ്ലുബുന്നൗമ, കാനത്ത് ഉറക്കനെ കൊണ്ടുവരും. ഇഫവീത്തു ഇസ്തിമാൽ ഖുതുബത്തി, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. യഖാഫു ഇന്തിഖാദൽ വുളൂഇ, മാത്രവുമല്ല ഉളു മുറിയല്ലവന് പേടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇരുന്നാലേ മൂന്ന് പ്രശ്നമുണ്ട്. ഒന്ന് ഉറക്കം പെട്ടെന്ന് വരും, മറ്റൊന്ന് ഖുതുബ കേൾക്കാതെ വരും, മറ്റൊന്ന് ഉളു മുറിയാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് നിസ്കരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കരുത്. അൻ മുആദ് ഇബ്നു അനസ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ, നബി തങ്ങൾ വിലക്കി, അനിൽ ജുഹിബുവ,
മുട്ടുകെട്ടിരിക്കലിനെ തൊട്ട് യൗമൽ ജുമുഅ വെള്ളിയാഴ്ച വല്ലിമാം യഖ്തുബു വയസ്സിൽ ഇമാം ഖുതുബ് എന്ന് വരുന്നതാണ് ആ നിലയിലായിരിക്കെ. റവാഹു അബൂദാവൂദ് തിർമിദിയു വഖാല ഹദീസുൻ ഹസൻ. അപ്പം അങ്ങനെയാണ്. ബാബു നഹി മൻ ദഖല അലൈഹി അശ്റു ദുൽഹിജ്ജ. ദുൽഹിജ്ജ ആർക്ക് പ്രവേശിച്ചുവോ അവനെ വിലക്കണ ബാബ്. മാത്രമല്ല വറാദ യുളഹിയ ഉലൂഹിയത്ത് അറക്കാൻ ഉദ്ദേശമുണ്ട്. അങ്ങനത്തെവനെ വിലക്കുക. എന്തിനെ തൊട്ട്? അന്നഖദ് ശൈഇൻ മിൻ ശഅരിഹി വൾഫാരിഹി. മുടിയിൽ നിന്നോ നഖങ്ങളിൽ നിന്നോ ഒരു ഷെയ്യിനെ എടുക്കലിനെ തൊട്ട് വിലക്കണ ബാബാണ് എത്താ യുളഹിയ ഉലൂഹിയത്ത് അറക്കുന്നത് വരെ. ഉദയത് ഉദ്ദേശിക്കുന്നതിനക്ക് ദുൽഹിജ്ജ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ അറക്കുന്നത് വരെ നഖം മുടി നീക്കരുതിട്ടോ എന്ന് വരണ ബാബ്. എന്നെ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ അന്നഹാ കാലത്ത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ വല്ലവരുത്തനും കാനലഹു ദബുഹൻ അലി ദിബുഹൻ ഓൻ അറവ് ഉദ്ദേശം ഉണ്ടെങ്കിൽ യദ്ബഹുൻ അറക്കുന്നതായ ഫൈദാ ഉഹില്ല ഹിലാലു ദിൽഹിജ്ജ. അവനെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ പിറച്ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ഫലാ യഹുദന്ന നിശ്ചവനും എടുക്കാതിരിക്കട്ടെ മിൻ ശഅരിഹി അവൻ്റെ മുടിയിൽ നിന്നോ വലാ മിൻ അൽഫാരി നഖങ്ങളിൽ നിന്നോ ഷൈഅൻ ഒരു വസ്തുവിനെയും എടുക്കാതിരിക്കട്ടെ യത്താ യുളഹിയ ഉദയത്തറക്കുന്നത് വരെ. റവാഹു മുസ്ലിം. ബാബുൻ നഹി അനിൽ ഹൽഫി ബി മഖ്ലൂഖിൻ. പടപ്പിനെ പിടിച്ച് സത്യം ചെയ്യലത്തൊട്ട് വിലക്കണ ബാബ്. നബിയി വൽ കഅബത്തി വൽ മലായികത്തി വസ്സമായി വൽ ആബായി വൽ ഹയാത്തി വൽ റൂഹി വൽ റഅ്സി വ ഹയാത്തി സുൽത്താനി വ നിഅമത്തി സുൽത്താനി വ തുർബത്തി ഫുലാൻ വൽ അമാന. ഇതൊക്കെ പിടിച്ച് സത്യം ചെയ്യലത്തൊട്ട് വിലക്കണ ബാബ്. എങ്ങനെ? നബിയാണ് സത്യം, കാബയാണ് സത്യം, ജിബിരിയിലാണ് സത്യം, ആകാശമാണ് സത്യം, എൻ്റെ വാപ്പയാണ് സത്യം, ഇങ്ങനെയൊക്കെ പറയാം. എൻ്റെ തലയാണ് സത്യം, രാജാവിൻ്റെ ജീവനാണ് സത്യം എന്നൊക്കെ പറയാം. ആ ജാതി വാക്ക് പ്രയോഗിക്കണത് വിലക്കണ ബാബും. വഹിയ മിൻ അശദ്ദിഹ നഹിയൻ. ഈ അമാനത്ത് കൊണ്ട് സത്യം ചെയ്യലത്തോടുള്ള മിൻ അശദ്ദിഹ നഹിയൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് വിലക്കലിനാൽ ഏറ്റവും ശക്തി അതിൽപ്പെട്ടതാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്നല്ലാഹ തആല യൻഹാക്കും. അല്ലാഹു നിങ്ങളെ മുടക്കുന്നുണ്ട് അൻ തഹ്ലിഫു ബി ആബായിക്കും നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യലിനെ തൊട്ട്. ഫമൻകാന ഹാലിഫൻ ആരെങ്കിലും സത്യം ചെയ്യുന്നവനാണെങ്കിൽ ഫലിയഹ്ലിഫു ബില്ലാഹ് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യട്ടെ. ഔ യസ്മുത് അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ. ഒരിക്കലും എന്ത് ചെയ്യരുത് ആകാശമാണ് സത്യം എൻ്റെ വാപ്പയാണ് സത്യം എന്നും പറയരുത്. സ്വഹീഹിൻ്റെ ഒരു റിപ്പോർട്ടിൽ കാണാം ഫമൻകാന ഹാലിഫ ആരെങ്കിലും സത്യം ചെയ്യുന്നവനാണെങ്കിൽ ഫലാ യഹ്ലിഫു ഇല്ലാ ബില്ലാഹ് അള്ളാഹിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത്. ഔ ലിയസ്കുത്ത് അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. വൻ അബ്ദുറഹ്മാൻ ബിൻ സമുറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്ലിഫു ബിത്തവാഗി നിങ്ങൾ ബിംബങ്ങളെ പിടിച്ച് സത്യം ചെയ്യരുത്. വലാ ബിആബായിക്കും നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യരുത്. തവാഗി എന്ന് പറഞ്ഞാൽ ജമ്മു താഗിയത്തിൻ താഗിയത്തിൻ്റെ ജമ്മാണത്. വഹിയൽ അസ്നാബു ബിംബങ്ങൾ എന്നർത്ഥം. പിന്നെ ഒമിന്നതിൽപ്പെട്ടതാണ് ഹദീസു ഒരു ഹദീസ്. ഏതാണ്? ഹാദിഹി താഗിയത്തു ദൗസ്. ഇത് ദൗസിൻ്റെ ബിംബാണ് എന്നർത്ഥം. ഐ സ്വനമുഹും വ മഅബൂദുഹും ദൗസ് ഗോത്രക്കാരുടെ ബിംബവും അവരുടെ ആരാധ്യ വസ്തുവുമാണ്. പിന്നെ വറുവിയ റിപ്പോർട്ടിൽപ്പെട്ടിരിക്കുന്നു ബി ഗൈരി മുസ്ലിമിൻ സ്വഹീഹ് മുസ്ലിം അല്ലാത്തതിൽ ബി ത്വവാഗീത്തി ത്വവാഗീത്ത് എന്ന് റിപ്പോർട്ട് ചെയ്തതിന് ജമ്മു ത്വാഗൂത്തിൻ ത്വാഗൂത്തിനമ്മായി കൊണ്ട് വഹുവ ശൈത്വാനു വസനമു. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം പിശാച്ചുമാകാം ബിംബവുമാകാം. പിന്നെ വൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി പറഞ്ഞു മൻ ഹലഫ ബിൽ അമാനത്തി ആരെങ്കിലും അമാനത്തോട് സത്യം ചെയ്താൽ ഫലൈസ മിന്നാ നമ്മിൽപ്പെട്ടവനല്ല. ഹദീസുൻ സ്വഹീഹ് റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സ്വഹീഹ്. വൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ ഫഖാല അവൻ പറഞ്ഞാൽ ഇന്നി ബരീഉം മിനൽ ഇസ്ലാം ഞാൻ ഇസ്ലാമിൽ നിന്ന് ഒഴിഞ്ഞവനാന്ന് ഒരു ചങ്ങായി പറഞ്ഞു. ഞാൻ ഇസ്ലാമിൽ നിന്ന് ഒഴിവാണ്.
വൈങ്കാനക്കാതിപെന്ന കളവ് പറഞ്ഞവനാണെങ്കിൽ ബഹുവ കമാക്കാല അവൻ പറഞ്ഞതുപോലെ തന്നെയാണ്. വൈങ്കാന സാധിക്കാൻ സത്യം പറഞ്ഞവനാണെങ്കിൽ ഫലം എർജയിലൽ ഇസ്ലാമി സാലിമ അവൻ രക്ഷപ്പെട്ടവനായിട്ട് ഇസ്ലാമിലേക്ക് മടങ്ങി വരൂല. റവാഹു അബൂ ദാവൂദ. ഒരാൾ പറയണ കേട്ടു, ഇബ്നു ഉമർ എന്നവര് ലാവൽ കഅബ, കഅബയാണ് സത്യം എന്നോ പറഞ്ഞു. കാല ഇബ്നു ഉമർ, അത് കേട്ട് ഇബ്നു ഉമർ പറഞ്ഞു ഇല്ലാ തരുവില്ല, അള്ളാഹ് അല്ലാത്തവരോട് സത്യം ചെയ്തിട്ടോ. ഫൈനി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞ ഞാൻ കേട്ടിട്ട് മൻ ഹലഫ ബിഗൈരില്ലാഹി, അള്ളാഹ് അല്ലാത്തവരെ പിടിച്ച് ആരെങ്കിലും സത്യം ചെയ്താൽ ഫഖദ് കഫർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി. അല്ലെങ്കിൽ റസൂൽ അങ്ങനെ പറഞ്ഞു ഔ അഷ്റഖ്, വാൻ മുശ്രിക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിന്. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. അപ്പോൾ ഫസ്സറ ബഅദുൽ ഉലമായി, ചില ആലിമീങ്ങൾ തഫ്സീർ പറഞ്ഞത് കൗലഹു കഫറ ഔ അഷ്റക. ഈ കഫറ വഷറക്ക എന്നൊക്കെ പറഞ്ഞത് അല്ല തഗ്ലീൽ, ഈ ഗൗരവം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കമാ റുവി അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാതിരി യശ്അരിയാഉ ശിർക്കുൻ, ലോകമാൻ്റെ ശിർക്കാണെന്ന് ഹദീസ് വരുന്നുണ്ടല്ലോ എന്നുപോലെ വാക്കാണ്, അല്ലാതെ അത് ഗൗരവം പറഞ്ഞതാണ്. അല്ലാതെ ഇനിയിപ്പോൾ ഒരാൾ കഅബയുടെ സത്യം പറഞ്ഞു വിചാരിച്ചാണ്ടോ എന്താല്ല ഇസ്ലാം പുറത്തു പോയി എന്നറിയാൻ പറ്റൂല എന്ന് ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഗ്ലീദിൽ യമീനിൽ കാദിബത്തി അംദൻ. മനഃപൂർവ്വം കള്ളസത്യം ചെയ്യുന്നതിൻ്റെ ഗൗരവം പറയണ ബാബ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹലഫ അലാ മാലിം മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ സമ്പത്തിനെതിരെ ഒരാൾ സത്യം ചെയ്ത് പിടിച്ചാൽ ബിഗൈരി ഹഖ്ഖിഹി, യാതൊരു അവകാശവുമില്ലാതെ കള്ളസത്യം ചെയ്ത് വിട്ടിട്ട് മറ്റൊരു മനുഷ്യൻ്റെ സമ്പത്ത് കൈക്കലാക്കിയാൽ ലഖിയല്ലാഹ, അള്ളാഹനെ കണ്ടുമുട്ടും. അല്ലാഹു ആവുന്ന അലൈഹി ഒളുബാൻ, അവൻ്റെ മേലിൽ ദേഷ്യമുള്ളവനാണ്, ആ നിലയിൽ കണ്ടുമുട്ടുന്നതാണ്. ഖാല, ഈ റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ ഖറഅ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ മേൽ ഓതി കേൾപ്പിച്ചു മിസ്ദാഖഹു, ഇതിനെ വാസ്തവമാക്കുന്ന ഒന്നിനെ, മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധ കലാമിൽ നിന്ന് ഞങ്ങൾ ഓതി കേൾപ്പിച്ചു. ഇന്നല്ലദീന യശ്തറൂന ബിഅഹദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലാ, കള്ളസത്യം ചെയ്ത് കാണ്ട് സമനം കലീലാവുന്ന ദുന്യാവിനെ സമ്പാദിക്കുന്ന ആളുകൾ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ആഖിറിലായ മുത്തഫഖുൻ അലൈഹി. عن أبي أمامة إياس بن ثعلبة الحارثي رضي الله عنه أن رسول الله صلى الله عليه وسلم قال من اقتطع امرئ مسلم, മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ അവകാശത്തിനെ ആരെങ്കിലും മുറിച്ചു മാറ്റിയാൽ ബിയമീനിഹി, തൻ്റെ സത്യം കള്ളസത്യം കൊണ്ട് തൻ്റെതാക്കി മാറ്റിയാൽ ഫഖദ് ഔജബല്ലാഹു ലഹുന്നാറ, അള്ളാഹു എനിക്ക് നരകം നിർബന്ധമാക്കുകയും ഫഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗവും അവൻ്റെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്തു. ഫഖാല ലഹു റജുലുൻ, അപ്പോൾ ഒരു സഹാബി ചോദിച്ചു തങ്ങളോട്, തങ്ങളെ വൈൻകാന ശൈഇൻ യസീറൻ യാ റസൂലല്ലാഹ്, അത് ലളിതമായ ഒരു ശൈഅ് ആണെങ്കിലോ? കാല, തങ്ങൾ പറഞ്ഞു, വൈൻകാന ഖളീബൻ മിൻ അറാഖ്, അത് ഇറാഖിനാലുള്ള ഒരു കൊള്ളിയാണെങ്കിലും ശരി. റവാഹു മുസ്ലിം. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുമാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ കബായിറു, വൻദോഷങ്ങൾ, അൽ ഇശ്റാഖ് ബില്ലാഹി, അല്ലാഹുവിലുണ്ടെന്ന് വിശ്വസിക്കലാണ്, ഹുഖൂഖുൽ വാലിദൈനി, ഉമ്മാനിപ്പാനി വെറുപ്പിക്കലാണ്, ഖത്ലു നഫ്സി, ഒരാളെ കൊല്ലലാണ്, വൽ യമീനുൽ ഖമൂസ്, കള്ളസത്യം ചെയ്യലുമാണ്. റവാഹുൽ ബുഖാരി. ഫീ റിവായത്തിൻ, റിപ്പോർട്ടിൽ കാണാം, അന്ന അറാബിയൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫി റിവായത്തിൻ, ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അന്ന അറാബിയൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അറാബിയ മനുഷ്യന് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് ഫഖാല യാ റസൂലല്ലാഹി മൽ കബായിറു, അള്ളാഹിൻ്റെ തിരുദൂതരെ, വൻദോഷങ്ങൾ ഏതെല്ലാമാണ്? കാല, തങ്ങൾ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ട് പങ്കു ചേർക്കലാണ്. കാല, ഈ അറാബി ചോദിച്ചു, സുമ്മമാതാ, പിന്നെ ഏതാണ് നബിയേ? കാല, രണ്ടാമതായിട്ട് തങ്ങൾ പറയുന്നത് അൽ യമീനുൽ ഖമൂസ്, കള്ളസത്യം ചെയ്യലാണ്. മനസ്സിനെ നരകത്തിൽ കൊണ്ടുപോയി മുക്കണ സത്യം ആണ് യമീനുൽ ഖമൂസ്.
ഖുൽതു ഞാൻ ചോദിച്ചു, വമൽ യമീനുൽ ഗമൂസ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്താണ് ഈ ഗമൂസായ യമീൻ എന്ന് പറഞ്ഞാൽ? തങ്ങൾ പറഞ്ഞു, അല്ലദീ ഒരുത്തൻ ചെയ്യുന്ന സത്യമാണ്, യഖ്തതിഉ മാലംരി മുസ്ലിമിൻ, മുസ്ലിമായൊരു മനുഷ്യൻ്റെ സമ്പത്തിനെ അടിച്ചു മാറ്റുന്ന ഒരുത്തൻ ചെയ്യുന്ന സത്യമാണ്. യൈനി അതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് ബിയമീനിൻ ഒരു സത്യം കൊണ്ട് കൈക്കലാക്കി എന്നാണ്. ഹുവ ഫീഹാ കാദിബുൻ, ആ സത്യത്തിൽ ഇവൻ കളവ് പറഞ്ഞവനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു നദ്ബി മൻ ഹലഫ അലാ യമീനിൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് മേൽ സത്യം ചെയ്തവനെ പ്രേരിപ്പിക്കുന്ന ബാബ്. സത്യം ചെയ്തത് മാത്രമല്ല, ആ സത്യം ചെയ്ത കാര്യത്തിനേക്കാൾ ഹൈറായിട്ട് മറ്റൊരു കാര്യം അവൻ അഭിപ്രായപ്പെടുകയും ചെയ്തു. അങ്ങനത്തവനെ പ്രേരിപ്പിക്കുക അല്ല ദാലിക്കൽ മഹരൂഫ് അലൈഹി, താൻ സത്യം ചെയ്ത കാര്യത്തിനെ ചെയ്യുവാനും, എന്ന് സുമ്മ കഫിറ അൻ യമീനിഹി, താൻ സത്യത്തിൽ പഴച്ചതിനെ തൊട്ട് കഫാറത്ത് കൊടുക്കാനും പ്രായശ്ചിത്തം കൊടുക്കാനും പ്രേരിപ്പിക്കുന്ന ബാബ്. അൻ അബ്ദുറഹ്മാൻ ഇബ്നു സമുറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈദാ ഹലഫ്ത അലാ യമീനിൻ, എന്തെങ്കിലും ഒരു സത്യം ചെയ്യപ്പെടുന്ന കാര്യത്തിൻ്റെ മേലെ ഇനി സത്യം ചെയ്താൽ, ഫറായിത്ത ഗൈറഹ ഹൈറൻ മിൻഹ, അതല്ലാത്തൊരു കാര്യത്തിന് അതിനേക്കാൾ ഹൈറായിട്ട് നീ കാണുകയും ചെയ്താൽ, ഫഹത്തില്ലതി ഓ ഹൈറായത് നീ കൊണ്ടുവരണം. അപ്പോൾ കഫിറ യമീനിക്ക, നീ ചെയ്ത സത്യത്തിന് തൊട്ട് നീ കഫാറത്ത് കൊടുക്കുകയും ചെയ്യണം. മുത്തഫഖുൻ അലൈഹി. അള്ളാഹുവാണേ സത്യം, ഞാൻ ഇനി എന്ത് ചെയ്യൂല, ഒരു മനുഷ്യനിക്കൊരു ഉറുപ്പ് ഞാൻ കൊടുക്കൂല എന്നൊരാളാണ് പറഞ്ഞു. പിന്നെ ഓന് തോന്നി, ഞാൻ ഈ പറഞ്ഞ കുറച്ച് മോശമായല്ലോ, എന്നാൽ ഓനെന്ത് ചെയ്യണം, പാവപ്പെട്ടവർക്കും മറ്റവർക്കും ഒക്കെ ഇഷ്ടം പോലെ പൈസ വാരി കോരി കൊടുക്കും വേണം, സത്യത്തിൽ പേച്ചിന് കഫാറത്ത് കൊടുക്കും വേണം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ ഹലഫ അലാ യമീനിൻ, ഒരു സത്യത്തിൻ്റെ മേലെ ഒരാൾ സത്യം ചെയ്തു, ഫറഅ ഗൈറഹ ഹൈറൻ മിൻഹ, മറ്റൊരു കാര്യത്തിനെ ഇതിനേക്കാൾ ഹൈറായതായിട്ട് അഭിപ്രായപ്പെടുകയും ചെയ്താൽ, ഫലികഫിറ യമീനിഹി വൽയഫ്അലില്ലദീ ഹൈർ, സത്യത്തിന് തൊട്ട് കഫാറത്ത് കൊടുക്കുകയും ഹൈറായത് ചെയ്യുകയും ചെയ്യട്ടെ. റവാഹു മുസ്ലിം. നബി മൂസ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി വല്ലാഹി ഇൻഷാ അല്ലാഹു ലാ അഹ്ലിഫു അലാ യമീനി, ഇൻഷാ അല്ലാഹ്, അള്ളാഹുവാണ് സത്യം, ഞാൻ എന്ത് ചെയ്യൂല, ഒരു കാര്യത്തിന് പേര് സത്യം ചെയ്യുകയില്ല, എന്നിട്ട് സുമ്മ അറ ഹൈറൻ മിൻഹ, അതിനേക്കാൾ ഹൈറായതിന് ഞാൻ അഭിപ്രായപ്പെടുകയും ചെയ്യൂല, ഇല്ല കഫർത്തുൻ യമീനി, എൻ്റെ സത്യത്തിന് തൊട്ട് ഞാൻ കഫാറത്ത് കൊടുത്തിട്ടല്ലാതെയും, വാത്തൈത്തുല്ലദീവ ഹൈറുൻ, ഹൈറായത് ചെയ്യുകയും ചെയ്തിട്ടല്ലാതെ. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൻ യലജ്ജ അഹദുക്കും ഫി യമീനിഹി ഫി അഹ്ലിഹി, തൻ്റെ അഹ്ലിൽ ഒരാൾ സത്യം നിങ്ങൾ ഒരാൾ സ്ട്രോങ് ആക്കൽ, ആ സത്യത്തിന് മുന്നോട്ട് പോവുക, അത് ആസമുലഹു ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്തല്ലോ അവനിക്ക് വലിയ തെറ്റാണ്. മിന്ന എഴുത്തിയ കഫാറത്തഹുല്ലത്തി ഫർളല്ലാഹു അലൈഹി, ഓന് മേൽ അള്ളാഹു ഫർളായിക്ക് കഫാറത്ത് കൊടുക്കുന്നതിനേക്കാൾ. മുത്തഫഖുൻ അലൈഹി. എന്ന് പറഞ്ഞാൽ ആ ചിത്താന്തത്തുമേൽ ഇങ്ങനെ നിൽക്കേണ്ട, വേഗം കഫാറത്ത് കൊടുത്തിക്കേണ്ടി, അതാ നല്ലത് എന്നർത്ഥം. കൗലുഹു യലജ്ജ ബി ഫത്ഹില്ലാമി തഷ്ദീദ് ജീമി, യലജ്ജ എന്ന് വായിക്കണം. യതമാദ ഫിഹ, കഫാറത്തിൽ മുന്നോട്ട് പോവുക, ചിത്താന്തം പിടിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ മാറ്റൂല അറിഞ്ഞുകൊണ്ട് അങ്ങനെ വാശി പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് യതമാദ. അത് ചെയ്യണ്ട. പല ഈ കഫാറത്തും കൊടുക്കാതെ കഫാറത്ത് കൊടുത്തുകാണ്ട് വാക്കണം മാറ്റിക്കാണ്ട് ഹൈറാദി എതിർക്കേണ്ടിയെന്നർത്ഥം. കൗലുഹു ആസം എന്ന് പറഞ്ഞാൽ ഓ ബി സായിൽ മുസല്ലസത്തി, 3 വിളിയുടെ സാവ് കൊണ്ട് വായിക്കണം. അക്സറു ഇസ്മൻ, കുറ്റത്തിനാൾ അധികരിച്ചത് എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ അഫ്വി അൻ ലഗ്വിൽ യമീൻ, പിഴവായിക്കൊണ്ട് നാവിൻ്റെ മേലിൽ സത്യം സംഭവിച്ചാൽ അതിന് വിട്ടുവീഴ്ച ഉണ്ട് എന്ന് പറഞ്ഞ ബാബ്. അന്നഹൂല കഫാറത്ത ഫീഹി, അങ്ങനെ സംഭവിച്ചാൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുമില്ല എന്ന് മരണ ബാബ്. വഹുവ, ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, ലഗ്വുൽ ഉദ്ദേശിക്കപ്പെട്ടത് ഒരു സത്യമാണ്. യജ്രി, അതിങ്ങനെ നടക്കും, അല ലിസാനി, ഒരു മനുഷ്യൻ്റെ നാവിൻ്റെ മേലിൽ നടക്കും, ബി ഗൈരി ഖസ്ദിൽ യമീൻ, സത്യം ഉദ്ദേശിക്കൽ കൂടാതെ, കൗലിഹി അലൽ ആദത്തി, പതിവ് പ്രകാരം ഒരു മനുഷ്യൻ പറയും പോലെ. അറബികളാണ് അധികം ഇങ്ങനെ പറയൽ കേട്ടോ. ലാ വല്ലാഹി ബലാ വല്ലാഹി വനാവിദാലിക, ഇങ്ങനെയൊക്കെ പറയും അറബികൾ. അനങ്ങിയ ബലാ വല്ലാഹി ലാ വല്ലാഹി എന്നൊക്കെ പറയും. അങ്ങനെ മനസ്സിൽ സത്യം ഉദ്ദേശം പോലും ഇല്ലാതെ നാവും വരെ വെറുതെ ഇങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ അതിനെന്തില്ല, വിട്ടുവീഴ്ച ഉണ്ട്, മാത്രമല്ല കഫാറത്തും ഇല്ല.
ഖാലല്ലാഹു തആല, അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടോ, ലാ യുആഖിദുകുമുല്ലാഹു, അല്ലാഹു നിങ്ങൾ പിടിച്ച് ശിക്ഷിക്കൂല, ബില്ലഗ്വി ഫീ ഐമാനിക്കും, നിങ്ങൾ സത്യങ്ങളിൽ വരുന്നതായ പൊഴിവാക്കുകൊണ്ട്, വലാക്കി എങ്കിൽ യുആഖിദുക്കും, അല്ലാഹു നിങ്ങൾ ശിക്ഷിക്കും, ബിമാ അഖത്തുമുൽ ഐമാൻ, നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യുന്നതുകൊണ്ട് അല്ലാഹു ശിക്ഷിക്കുള്ളൂ. ഫകഫാറത്തുഹു, അങ്ങനെ പഴച്ചു പോയാൽ അതിനുള്ള കഫാറത്ത് ഇത്ആമു അശറത്തി മസാക്കീൻ, 10 പാവങ്ങൾക്ക് തിന്നാൻ കൊടുക്കലാണ്. മിൻ ഔസത്തി മാ തുഇമൂന അഹ്ലീകുമോ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇത് ഭക്ഷിക്കുന്നതിൽ നിന്ന്, ഔസത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കലാണ്. ഔ കിസുവത്തുഹും, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം കൊടുക്കലാണ്. ഔ തഹരീറു റഖബത്തിൻ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കലാണ്. ഫമല്ലം മജിദ്, ഒരാൾ എത്തിച്ചില്ലെങ്കിൽ വസിയാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പ് നോൽക്കലാണ്. ദാലിക, ഇതാണ് കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്തുകാണ്ട് സത്യത്തിൽ പഴച്ചാൽ അതിനുള്ള പ്രായശ്ചിത്തം ഇതാണ്. അഹ്ഫളു ഐമാനുക്കമോട് സത്യം ചെയ്യുമ്പോൾ കരുതി സത്യം ചെയ്യണം. ശരിയല്ലേ? കാലത്ത് ആയത്ത് ഇറക്കപ്പെട്ടു. ഏതാണായത്ത്? ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും എന്ന് പറയുന്ന ഈ ആയത്തുണ്ടല്ലോ, ഇത് ഇറക്കപ്പെട്ടത് ഫീ ഖൗലി റജുലി, ഒരു മനുഷ്യൻ പറയുന്നതിൻ്റെ കാര്യത്തിലാണ്. എന്താ മനുഷ്യന്മാരെ ലാ വല്ലാഹി, ഇപ്പോൾ ബലാ വല്ലാഹി എന്നൊക്കെ ഇങ്ങനെ പറയും. ഇങ്ങനെ തൊള്ളക്ക് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഇങ്ങനെ അനങ്ങിയ ലാ വല്ലാഹി ബലാ വല്ലാഹി അറിയില്ല. അതിനെ പറ്റിയാണ് എന്ത് പറഞ്ഞത്? ഖുർആനിൽ നിങ്ങൾ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞത്. റവാഹുൽ ബുഖാരി. ബാബു കറാഹത്തിൽ ഹൽഫി ഫിൽ ബൈഇ വഇൻ കാന സാദിഖ, സാധനം വിൽക്കുമ്പോൾ സത്യം പറയുന്ന ആളാണെങ്കിലും അവനെ സത്യം ചെയ്യൽ കറാഹത്താണെന്ന് പറയണ ബാബ്. പറയണ യാഥാർത്ഥ്യമാണ്, എന്നാലും എന്ത് ചെയ്യരുത്? പഠിച്ചവനാണ് സത്യം 40 ഞാൻ 30 വാങ്ങിയതാണ്, പഠിച്ചവനാണ് നേര് 25,000 വാങ്ങിയാണ്, അങ്ങനെ എന്ത് ചെയ്യരുത്? അനങ്ങിയ അങ്ങനെ അള്ളാഹു ആണ് സത്യം എന്ന് പറയാൻ നിൽക്കണ്ട, കറാത്താണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അൽ ഹലിഫു മൻഫഖത്തുൽ സിൽആ, ഈ സത്യം ചെയ്യാന്ന് പറഞ്ഞത് അത് ചരക്കിന് ചെലവാണ്. മംഹഖത്തുൽ കസ്ബി, കസ്ബിന് മായ്ക്കലുമാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി കേട്ട് എന്ത്? ഇയ്യാക്കും കസറത്തൽ ഹലിഫി ബില്ലാഹി, നിങ്ങൾ സൂക്ഷിക്കണം, ഒരു സാധനങ്ങൾ വിൽക്കുമ്പോൾ സത്യം ചെയ്യൽ അധികരിപ്പിക്കലിനെയും സൂക്ഷിക്കണം. ഫഇന്നഹു യുൻഫിഖു, തൽക്കാലം ചെലവഴിക്കും, പക്ഷേ സുമ്മ യംഹഖു, പിന്നെ അതിന് ബർക്കത്ത് മായ്ച്ചു കളയും. റവാഹു മുസ്ലിം. ബാബു കറാഹത്തി യസ്അലൽ ഇൻസാന ബിവജ്ഹില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ മുൻനിർത്തി അള്ളാഹിനെ വിചാരിച്ചു വല്ലതും തരണം എന്ന് പറഞ്ഞാണ്ട് ഒരു മനുഷ്യനോട് ചോദിക്കൽ മോശമാണ്. വൈറ ജന്നാ, സ്വർഗമല്ലാത്തത്. അപ്പോൾ കറാഹത്തി മൻ സഅല ബില്ലാഹി വതശഫഅ ബിഹി, അള്ളാഹിനോട് ശഫാഅത്ത് വിടുകയും അള്ളാഹിനെ മുൻനിർത്തി ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഓനെ ഒന്നും കൊടുക്കാതെ ചെയ്ത് വിടലോ അതും കറാഹത്താണ് എന്നും പറയണ ബാബ്. അള്ളാഹിനെ മുൻനിർത്തി ചോദിക്കണോ മോശമാണ്, ചോദിച്ചാൽ കൊടുക്കാക്കണോ മോശമാണ്. സ്വർഗം ചോദിക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്അലു ബിവജ്ഹില്ലാഹി, വജ്ഹുല്ലാഹി കൊണ്ട് ചോദിക്കപ്പെടരുത്, ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ. റവാഹു അബൂ ദാവൂദ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തആദ ബില്ലാഹി, അള്ളാഹിനെ മുർത്തി ഒരാൾ നിങ്ങളോട് കാവലിനെ തേടിയാൽ ഫഅയിദുഹു, നിങ്ങൾ കാക്കണം. വമൻ സാല ബില്ലാഹി, അള്ളാഹ് മുൻനിർത്തി ചോദിച്ചാലോ ഫഅത്തുഹുന് കൊടുക്കുകയും ചെയ്യണം. വമൻ ദഅക്കും, നിങ്ങളൊരാൾ ക്ഷണിച്ചാൽ ഫജീബുഹു, നിങ്ങൾ ഉത്തരം ചെയ്യണം. വമൻ സനയിലേക്കും മഅറൂഫ്, നിങ്ങളേക്ക് ഒരാൾ നന്മ ചെയ്തു തന്നാൽ കാഫിയുഹു, നിങ്ങൾ പകരം ചെയ്തു കൊടുക്കണം. ഫഇല്ലം തജിദു മാ തുകാഫിഊനഹു, അവനിക്ക് നിങ്ങൾ പകരമാക്കാൻ പറ്റുന്നൊരു വസ്തു നിങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ഫദ്ഉലഹു, ഓന് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് ദ്വാരക്കണം. ഹത്താ തറോ, നിങ്ങൾക്ക് തോന്നുന്നത് വരെ അന്നക്കും കാഫത്തുമൂഹു, ആ ചങ്ങായിക്ക് നിങ്ങൾ പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമാർ നിങ്ങൾ ഓന് വേണ്ടി ദ്വാരക്കണം. ഹദീസുൻ സഹീഹ്. റവാഹു അബൂ ദാവൂദ് അൻ-നസായി ബിഅസാനീദി സഹീഹൈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹ്രീമി കൗലിഹി, ഒരാൾ പറയൽ ഹറാമാണെന്ന് പറയുന്ന ബാബ്. ഷാഹിൻ ഷാ, രാജാതിരാജൻ എന്നൊക്കെ പറയാരെ പറ്റി. ലി സുൽത്താനി വഗൈരിഹി, ഭരണാധികാരിയെയും മറ്റുള്ളവരൊക്കെ പറ്റി. അല്ല മാത്രമല്ല എന്തുള്ളൂ, രാജാതിരാജനുള്ളൂ. എന്ന മാനാഹു മലിക്കുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ രാജാവ് എന്നാ ഷാഹിൻ ഷാൻ്റെ അർത്ഥം. വരാ യൂസഫ് ബിദാലി ഖൈറുല്ലാഹി, അല്ലല്ലാത്ത ഒരാൾക്കോട് സ്വറ പറ്റൂലല്ലോ.
عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال إن أخنع اسم عند الله അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്മിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വഷളായത്, ഏറ്റവും മോശമായത് റജുലുൻ ഒരു മനുഷ്യൻ്റെ പേരാണ് തസമ്മാവോ പേര് സ്വീകരിച്ചു ബി എന്തുകൊണ്ട് മലിക്കൽ അംലാക്ക് എന്ന് പേരിട്ടവൻ. തഫഖുന്നലേ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ് മലിക്കുൽ അംലാക്ക് എന്ന് പറഞ്ഞാൽ മിസ്ലു ഷാഹിൻ ഷാഹ്, അത് ഷാഹിൻ ഷാഹ് പോലെയാണ്. ബാബുൻ നഹിയൻ മുഖാത്തബത്തിൽ ഫാസിഖി വൽ മുബ്തദിഇ വ നഹ്വിഹിമാ, തമ്മാടിയോടും പുത്തൻവാദിയോടും അതുപോലുള്ളവരോടും അഭിമുഖം ചെയ്യൽ വിലക്കുന്ന ബാബ്. എന്തുകൊണ്ട്? സയ്യിദി വ നഹ്വിഹി, നമ്മുടെ നേതാവ്, എൻ്റെ പ്രിയപ്പെട്ട നേതാവ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് പൊളിച്ചിയാക്കി കയറ്റിയേക്കുക, സ്റ്റേജുമ്പോൾ കയറ്റേണ്ട അല്ലാതെയൊക്കെ, അത് നഹീന ബാബ്. അൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലു ലിൽ മുനാഫിഖി സയ്യിദ്, മുനാഫിക്കിനെ പറ്റി കണ്ട് സയ്യിദ് പറഞ്ഞു പോകരുത്. ഫഇന്നഹു, ചമായിട്ടും കാര്യം, ഈയക്കു സയ്യിദൻ, ഓനങ്ങാനും സയ്യിദാണെങ്കിൽ ഫഖദ് അസ്ഖത്തും റബ്ബക്കും, ഫഖദ് അസ്ഖത്തും റബ്ബക്കും അസ്സ വജല്ല, നിങ്ങൾ റബ്ബിനെയാണ് ദേഷ്യം പിടിപ്പിച്ചത്. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹ്. പിന്നെ ബാബു കറാഹത്ത് സബ്ബിൽ ഹുമ്മ, പനിയെ ചീത്ത പറയൽ മോശമാണ് കാരണം ബാബ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി അമ്മി സാഹിബ് ഉമ്മി മുസയ്യിബ്, മുസയ്യിബിൻ്റെ മേൽ കയറി ചെന്നു. ഫഖാല യാ മാലക്കി യാ ഉമ്മ സാഹിബ്, യാ ഉമ്മ മുസയ്യിബ്, എങ്ങനെയുണ്ട് മുസാഹിബേ? തുസഫിഫീന, ഇങ്ങനെ വിറക്കണുണ്ടല്ലോ. കാലത്ത് അൽ ഹുമ്മ, നബിയ പനിയാണ് നബിയെ. ലാ ബാറക്കല്ലാഹു ഫീഹാ, അള്ളാഹു ബറക്കത്ത് ഇല്ലാതാക്കട്ടെയാ. ഫഖാല ലാ തസുബ്ബിൽ ഹുമ്മ, പനിയെ ചീത്തറിയരുതേ. ഫൈൻഹാ തുദിബുൽ ഹത്തായ, പനിയാതമ്മ മനുഷ്യന്മാരുടെ പാപങ്ങളൊക്കെ പോക്കി കളയുന്ന സാധനമാണത്. കമാ യുദ്ഹിബുൽ കീറു ഹബദൽ ഹദീദ്, ഇരുമ്പിൻ്റെ കറയെ, കീടത്തിനെ ഓരോക്ക് പോക്കിക്കളയും പോലെ, കൊല്ലൻ്റെ അലയിൽ തിരിക്കണ ഓരോക്കെ ഉണ്ടല്ലോ, അത് പൊക്കിക്കളയും പോലെ മനുഷ്യൻ്റെ പാപങ്ങൾ പൊക്കിക്കളയുന്ന സാധനമാണ്. റവാഹു മുസ്ലിം. നോക്കുക, തുസഫുസിഫീന എന്ന വാക്ക് തത്തഹറക്കീന ഹറക്കത്തൻ സരിയത്തൻ, നല്ല വിറക്കുണ്ടല്ലോ എന്നർത്ഥം. അപ്പോൾ മാനാഹു തെർത്തഇദു എന്നതിനർത്ഥം, നീ പിടക്കണുണ്ടല്ലോ, വിറക്കണുണ്ടല്ലോ. വഹോബി ലമ്മിത്താഇ വബിസ്സാഇൽ മുഖററത്തി വൽ ഫാഇൽ മുഖററത്തി തുസഫുസിഫീന എന്ന് വായിക്കണം. വറുവിയ ഇർലൻ ബിറാഇൽ മുഖറത്തി വൽ ഖാഫൈനി, എങ്ങനെ തുറഖിറിഖീന എന്നങ്ങനെയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു നഹി അൻ സബ്ബിർരിഹി, കാറ്റിനെ ചീത്ത പറയലിനെ തൊട്ട് വിലക്കുന്ന ബാബ്. ബയാനിമായുക്കാലോ ഇന്ദ ഹുബൂബിഹ, കാറ്റടിച്ച് വീശുന്ന നേരത്ത് പറയപ്പെടുന്ന ഒന്നിനെ വിവരിക്കുന്ന ബാബ്. അൻ അബിൽ മുന്തിരി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബു, നിങ്ങൾ ചീത്ത വിളിക്കരുതേ അർരിഹ, കാറ്റിനെ. ഫൈദാ റഅയ്തും മാ തക്റഹൂൻ, നിങ്ങൾക്ക് അനിഷ്ടമായത് നിങ്ങൾ കാണുന്ന അവസ്ഥയുണ്ടായാൽ ഫഖൂലു, നിങ്ങൾ പറയണം അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, അല്ലാഹുവേ നിശ്ചയം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, മിൻ ഖൈരി ഹാദിഹി റീഹി, ഈ കാറ്റിൻ്റെ നന്മയിൽ നിന്ന്, വഖൈരി മാ ഫീഹാ, ഈ ഖൈഫ് കാറ്റിനകത്തുള്ളത് ഒന്നിൻ്റെ ഖൈറിനെ തൊട്ടും, വഖൈരിമാ ഉമിറത്ത് ബിഹി, ഏതെന്നുകൊണ്ടാണോ ഈ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ടത് എങ്കിൽ അതിൻ്റെ ഹൈറിനെ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു. വനഊദു ബിക, അല്ലാഹുവേ നിന്നോട് നമ്മൾ കാവലിനെ തേടുന്നു, മിൻ ശർരി ഹാദിഹി റീഹി, ഈ കാറ്റിൻ്റെ ശർറിനെ തൊട്ടും, ശർരിമാ ഫീഹാ, ഈ കാറ്റിനകത്തുള്ള ഒന്നിൻ്റെ ശർറിനെ തൊട്ടും, ശർരിമാ ഉമിറത്ത് ബിഹി, ഇതിനോട് കൽപ്പിക്കപ്പെട്ട ഒന്നിൻ്റെ ശർറിനെ തൊട്ടും. റവാഹു തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്. وعن أبي هريرة رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول, റസൂൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, അർരീഹു മിൻ റൗഹില്ലാഹ്, റീഹ് എന്ന് കാറ്റ് എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. തഅ്തീബി റഹ്മതി വ തഅ്തീബിൽ അദാബ്, അത് റഹ്മത്തിനെ കൊണ്ടുവരാനും മൂപ്പരെ പറ്റും, ശിക്ഷയെ കൊണ്ടുവരാനും ആരെ പറ്റും? ഈ കാറ്റിനെ പറ്റും. ഫൈദാ റഅയ്തുമുഹാ, കാറ്റിന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫലാ തസുബ്ബുഹാ, ചീത്തയൊന്നും പറയരുത് അതിനെ. വസലുല്ലാഹ ഹൈറഹ,
അതിലുള്ള നന്മയെ അള്ളാഹുവിനോട് ചോദിക്കുകയും വസ്തഈദു ബില്ലാഹി മിൻ ശർരിഹ, അതിൽ ഷർറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യണം. അതാ പരിപാടി. ഈ ക്ലാസ് കാരണം കള്ളുടിച്ചാനും പറ്റും, പാലുടിച്ചാനും പറ്റുമല്ലോ എന്ന പോലെ കാറ്റ് എന്ന സാധനം ഏത് കൊണ്ടുവരും? ഹൈറും കൊണ്ടുവരും, ഷെറും കൊണ്ടുവരും. ബിരീഹിൻ സർസരിൻ നാത്തിയ എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, ഒരു വിഭാഗത്തിന് അന്ന് നശിപ്പിച്ചത് എന്തുകൊണ്ടാണ്? കൊടുങ്കാറ്റുകൊണ്ടാണ് നശിപ്പിച്ചത്. അങ്ങനെയില്ലേ? പിന്നെ റവാഹു അബൂ ദാവൂദ് ബി ഇസ്നാദിൻ ഹസൻ ഖൗലുഹു മിൻ റൗഹില്ലാഹി, റൗഹില്ലാഹി എന്ന് പറഞ്ഞാൽ വബി ഫതിഹിർ റാഇ ഐ ബി റഹ്മതിഹി ബി ഇബാദിഹി, അടിയാർക്ക് റഹ്മത്തിനെ കൊണ്ടുവരും. ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഇദാ അസ്ഫത റിഹു, കാറ്റടിച്ചാൻ തുടങ്ങിയാൽ കാല പറയുന്നവരായി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ ഇതിൻ്റെ ഖൈർ ഞാൻ ചോദിക്കുന്നു നിശ്ചയം, വ ഖൈറ മാ ഫീഹാ, ഇതിനകത്തുള്ള എന്തിൻ്റെ ഖൈറിനെയും, വ ഖൈറ മാ ഉർസിലത്ത് ബിഹി, ഇതിന് ഏതുമായിട്ട് അയക്കപ്പെട്ടു അതിൻ്റെ ഖൈറിനെയും ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹുവേ നിന്നോട് ഞാൻ ഇതിന് ശരണം തൊട്ട് കാവലത്ത് തേടുന്നു. വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത്ത് ബിഹി, റവാഹു മുസ്ലിം. കേട്ടങ്ങൾ ബാബു കറാഹത്തി സബ്ബിദ്ദീഖി, പൂവങ്കോഴി കൂവുമ്പോൾ അതിനെ ചീത്ത വിളിക്കൽ കറാഹത്താണെന്ന് പറയണ ബാബ്. അൻ സെയ്ദ് ബിൻ ഖാലിദ് ജുഹനി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബുദ്ദീഖ, കോഴിയെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫഇന്നഹു യുഖ്ലിസ് ലിസ്സലാ, നിസ്കാരത്തിലേക്ക് വിളിച്ചുണർത്തുന്ന ജീവിയാണ് ഇത് കോഴി. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സ്വഹീഹിൻ ബാബു നഹിയൻ കൗലിൽ ഇൻസാനി മുത്തിർനാബിൻ ഒയ്കഥ, ഇന്നാല നക്ഷത്രം കാരണമായിട്ടാണ് മഴ ലഭിച്ചത് എന്ന് മനുഷ്യൻ പറയൽ മോശമാണ്. അത് വിലക്കണ ബാബു, അത് പറയരുത്. ഇന്നാല ഇതുകൊണ്ട് നക്ഷത്ര താപാത്ത് ഉദിച്ചു, ഇന്നിപ്പോൾ മഴ ലഭിക്കും, കുറച്ചിന് പെയ്തും ചെയ്തു, ആ നക്ഷത്രം നമുക്ക് മഴ കിട്ടാൻ കാരണം എന്നറിയാം. അങ്ങനെ പറയരുത്. വായിച്ചോളൂ. عن زيد بن خالد رضي الله عنه أنه قال صلى بنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية, ഹുദൈബിയയിൽ വെച്ച് കാണും മുത്തനബി ഞങ്ങളെ കൂട്ടി സുബഹിസ്കരിച്ചു. ഇത്തിരി സമായിന്, മഴയ്ക്ക് പിന്നിൽ കാനത്ത്, ആ മഴ നടന്നിരുന്നു. മിനല്ലൈലി, രാത്രിയിൽ. ഫലമ്മൻ സറഫ, അങ്ങനെ നേരം വെളുത്തപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അഖ്ബല അലന്നാസി, സഹാബത്തിൻ്റെ മുത്തനബി മുന്നിട്ടു. കാല, തങ്ങൾ പറഞ്ഞു, ഹൽ തുറൂന മാതാ കാല റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാവ് എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയുമോ? അല്ലാഹു വറസൂലുഹു അലം. കാല, റസൂൽ പറഞ്ഞു, കാല, അല്ല പറയുന്നുണ്ട്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വ കാഫിറുൻ, എന്നെ കൊണ്ട് നിഷേധിക്കുന്നവനും എന്നെ വിശ്വസിക്കുന്നവനും ഇന്ന് പ്രഭാതത്തിൽ നേരം വെളുത്തിട്ടുണ്ട്. ഫമ്മൻ കാല, പറഞ്ഞ ഒരുത്തൻ മുത്തിർനാ ബി ഫദ്ലില്ലാഹി വ റഹ്മതിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും മഴ ലഭിച്ചു എന്ന് പറഞ്ഞ ആളുകൾ, ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കൗകബി, നക്ഷത്രത്തെ നിഷേധിക്കുന്നവനും എന്നെ കൊണ്ട് വിശ്വസിച്ചവനുമാണ്. വമ്മൻ കാല മുത്തിർനാ ബി കദാ വ കദാ, ഇന്നാല നക്ഷത്രകാരന്മാരിൽ മഴ ലഭിച്ചു എന്ന് പറഞ്ഞവൻ, ഫദാലിക കാഫിറുൻ ബി, എന്നെ കൊണ്ട് നിഷേധിച്ചവനും മുഅ്മിനും ബിൽ കൗകബി, നക്ഷത്രം കൊണ്ടവൻ വിശ്വസിച്ചവനുമാണ്. മുത്തഫഖുൻ അലൈഹി. മറ്റൊരു വിഭാഗം ആളുകൾ മതക്കാരങ്ങനെ പറയണോണ്ടാണ് നമുക്ക് ഏത് കറാത്തായത്, നമുക്കങ്ങനെ പറയൽ കറാത്തായത്. അല്ലാതെ ഇന്നാലും ഡോക്ടറിൻ്റെ സോക്കട് മാറ്റി അറിയുമ്പോൾ പിന്നെ എന്താവുമൊന്നുമില്ല, ദീനിന്ന് പുറത്തു പോകുന്നില്ല കേട്ടോ. സമാ എന്ന വാക്കിന് ഹുന അവിടെ അർത്ഥം മാത്രവും മഴ എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹ്രീമി ഖൗലിഹി ലി മുസ്ലിം, ഒരാൾ ഒരു മുസ്ലിമിനോട് പറയൽ ഹറാമാണെന്ന് വരേണ്ട ബാബു. യാ കാഫിർ, എടാ കാഫിറെ എന്നെന്ത് ചെയ്യുക, പറയാം, അത് ഹറാമാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല റജുലു ലി അഖീഹി, ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനോട് പറഞ്ഞാൽ യാ കാഫിർ എന്ന് പറഞ്ഞാൽ, ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ, അതുകൊണ്ട് മടങ്ങി, രണ്ടിൽ നിന്ന് ഒരാൾ മടങ്ങി എന്ന് വെച്ചാൽ, ഫൈൻ കാന കമാ കാല, ആ വിളിക്കപ്പെട്ടവൻ വിളിക്കപ്പെട്ട പോലെ തന്നെയാണ് എങ്കിൽ വിളിക്കപ്പെട്ട കാഫിറാണ് ഈ കാരല്ലോ. അല്ല വയില്ല, വിളിക്കപ്പെട്ടവൻ കാഫിറല്ലെങ്കിൽ റജാത്ത്, ആ കുഫ്ർ തിരിച്ചു വരും, അലൈഹി, പറഞ്ഞവൻ്റെ മേലിൽ തിരിച്ചു വരും. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ ദർദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറയുന്നത് മഹാനർ കേട്ടിട്ടുണ്ട്, മൻ ദഅ റജുലൻ ബിൽ കുഫ്രി, ഏതെങ്കിലും ഒരാൾ തൻ്റെ മുസ്ലിമായ സഹോദരനെ കുഫ്ർ കൊണ്ട് വിളിച്ചാൽ, ഔ ഖാല അലി റസൂൽ, അങ്ങനെ പറഞ്ഞത്, അദുവല്ലാഹ്,
അള്ളാഹുവിൻ്റെ ശത്രുവേ എന്ന് വിളിച്ചാൽ വലൈസ കദാലിക, വിളിക്കപ്പെട്ടവൻ വിളിക്കപ്പെട്ട പോലെ അല്ലെങ്കിൽ ആവുകയില്ല. ഇല്ല ഹറലൈഹി, ആ കുഫ്റാനുമിൽ മടങ്ങിയിട്ടല്ലാതെ, അല്ലെങ്കിൽ അദാവത്ത് ആരുമിൽ മടങ്ങിയിട്ടല്ലാതെ, വിളിച്ചവൻ്റെ മേലിൽ മടങ്ങിയിട്ടല്ലാതെ. തഫക്കുൻ അലൈഹി, ഹാറ എന്ന് പറഞ്ഞാൽ റജ എന്നർത്ഥം, തിരിച്ചു വന്നിട്ടല്ലാതെ. അതുകൊണ്ട് ആ വാക്കാരോട് പറയരുത്, മുഅ്മിനോട് പറയരുത്. വാബുൻ നഹിയനിൽ ഫുഹ്ഷി, വൃത്തികെട്ട വാക്ക് നാവ് കൊണ്ട് പറയുന്നതൊട്ട് വിലക്കുന്ന ബാബ്. ബദാ ഇല്ലിസാൻ, നാവ് മോശമായത് മൊഴിയലിനെ തൊട്ടും രണ്ടും തന്നെ. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മുഅ്മിനു, യഥാർത്ഥ സത്യവിശ്വാസി ആവൂല ബിത്തഅനി, വേറെ ആളെ കുത്തി പറയുന്നവനാവൂല, വലൽ അനി, വേറെ ആളെ ശപിക്കുന്നവനും ആവൂല, വലൽ ഫായിഷി, വൃത്തികെട്ടത് പറയുന്നവനും ആവൂല, വലൽ ബദിയ, നാവ് മോശമായവനും ആവൂല. റവാഹു തിർമിദിയോ വഖാല ഹദീസുൻ ഹസൻ. വൻ അൻസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാനൽ ഫുശു ഫീ ഷൈഇൻ, ഈ വൃത്തികേട് എന്ന് പറഞ്ഞത് ഒരു വസ്തുവിലും തന്നെ ആകൂല. ഇല്ലാ ഷാനഹു, ആ ഫുഷ് ആ ഷൈഇനെ മോശമാക്കിയിട്ടല്ലാതെ. വമാക്കാനൽ ഹയാഉ ഫീ ഷൈഇൻ, ഒരു വസ്തുവിലും നാണം എന്ന സംഗതി ഉണ്ടാവൂല. ഇല്ലാ സാനഹു, ആ വസ്തുവിനെ ഇത് മൊഞ്ചാക്കിയിട്ടല്ലാതെ. റവാഹു തിർമിദിയു വഖാല ഹദീസുൻ ഹസൻ. അങ്ങനെയാണ്. ബാബു കറാഹത്തി തഖഈരി ബിൽ കലാമി, സംസാരത്തിൽ ആഴത്തിൽ പോകൽ മോശമാണെന്ന് പറയണ ബാബ്. ജനങ്ങളുടെ മേലിൽ നാവ് നീട്ടുന്നതിലും, ഇപ്പൊ തകല്ലുമിൽ ഫസാഹത്തി, നല്ല പിന്നെ മറ്റേ സംസാരമല്ലേ ഇത്, നല്ല സാഹിത്യമുള്ള സംസാരം, അത് തന്നെ കെട്ടിമറിഞ്ഞ് ഉണ്ടാക്കുക. നാവിന് ഒഴുകി വരികയാണ്, തിരക്കിടില്ല. എന്നിട്ട് ആളടിയിൽ ഇങ്ങനെ അല്ല, നല്ല ശുദ്ധം തന്നെ, അതിന് പറ്റിയ വേർഡ്, ആൾക്കാരും സാധാരണ പറയാത്ത വേർഡൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഇങ്ങനെ ആളാകുക. വസ്തേമാലി വഹ്ഷിയില്ലൊകത്തീൻ, ഭാഷയിൽ തനി കാരനായത് ഉപയോഗിച്ചുകൊണ്ടും. ദഖായിഖിൽ ഇറാബി, ഇറാബ് കൊടുക്കുന്നതിലൊക്കെ അഗാധമായത് കൊടുത്തുങ്ങാണ്ടും. ഫി മുഖാത്തബത്തിൽ അവാമി, സാധാരണക്കാരോട് സംഭാഷണം നടത്തുന്നിടത്തുമ്പോൾ നബിയും ഒരു പോലത്തെ സംസാരിക്കുന്നിടത്തൊക്കെ ഇറാബിൽ പിന്നെ സാധാരണ മനുഷ്യന്മാർ പ്രയോഗത്തൊക്കെ പ്രയോഗിച്ചുങ്ങാണ്ട് ആളടിയിൽ ആളാവുന്നത്, അതൊക്കെ മോശമാണ്. ആൾക്കാർക്ക് തിരിയുന്ന രീതി ശൈലികൾ പറയാം, അതതിന് മാറും. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി ഹലക്കൽ മുതനത്തിഊൻ, മൂന്ന് വട്ടം പറഞ്ഞു തങ്ങൾ. കലഹ സലാസൻ, മുത്തനത്തെഴീങ്ങളൊക്കെ തകർന്നടിഞ്ഞല്ലോ. റവാഹു മുസ്ലിം. എത്താണ് മുത്തനത്തെഴീന നോക്കുക. അൽ മുത്തനത്തെഴൂന എന്നാൽ അൽ മുബാലിഗൂന ഫിൽ ഉമൂരി, കാര്യങ്ങളിൽ സ്ട്രോങ് ആക്കുന്നവര്. വൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ യുബ്ഗിദുൽ ബലീഗ മിനർ റിജാലി, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ളതായ സാഹിത്യകാരനോട് അള്ളാഹ്ക്ക് വലിയ ദേഷ്യയാണ്. അല്ലദീ, യാതൊരുത്തനായ യതഹല്ലലു ബിലിസാനിഹി, അവന് നാവ് കൊണ്ടവനെ ഇന്നല്ലാഹു യുബ്ഗിദുൽ ബലീഗ മിനർ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ബലീഗായ സാഹിത്യകാരൻ അള്ളാഹ്ക്ക് ദേഷ്യ. അല്ലദീ, യാതൊരുത്തനായ യതഹല്ലലു ബിലിസാനിഹി, നാവ് കൊണ്ടവനെങ്ങനെ എന്ത് ചെയ്യും, അക്ഷരങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, കളിക്കും, അരക്കും. കമാ തതഹല്ലലുൽ ബഖറത്തു, പശു പുല്ല് വായിലിട്ട് അരക്കണ മാതിരി. റവാഹു അബൂ ദാവൂദ് തിർമിദി വഖാല ഹദീസുൻ ഹസൻ. ആളുടെ ആളാകാൻ വേണ്ടിങ്ങാണ്ട് എല്ലാവരും പറയാത്ത വർത്താനം പറഞ്ഞാണ്ട് ആളാവുന്ന അർത്ഥം. വാൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളെ കൂട്ടത്തിന് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരിൽപ്പെട്ടവരാണ്. അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മജ്ലിസിലാൽ നിങ്ങളിൽ നിന്ന് എന്നോട് ഏറ്റവും അടുത്തവരിൽപ്പെട്ടവനാണ്. അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളെ കൂട്ടത്തിൽ സ്വഭാവങ്ങളാൽ ഏറ്റവും മെച്ചമായവൻ. വഇന്ന അബ്ഗളക്കും ഇലയ്യ വഅബ്അദക്കും മിന്നി യൗമൽ ഖിയാമ, എന്നാൽ
എന്നിലേക്ക് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ദേഷ്യമുള്ളവനും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അകന്നു നിൽക്കുന്നവനും അസ്സർസാറൂന സംസാരം അധികരിച്ചവനാണ്. കെട്ടി പറഞ്ഞിങ്ങനെ വർത്താനം പറയും. അൽ മുതശദ്ദിഖൂന ജനങ്ങളെ പറ്റി കുറ്റങ്ങളും ആ സംസാരത്തിൽ എല്ലാം കടത്തിക്കൂട്ടും. അൽ മുതഫയ്ഹിഖൂന വായ നിറയെ സംസാരിക്കുകയും ചെയ്യും. റവാഹു തുർമുദി. അങ്ങനത്തെവനാണ്. വഖാല ഹദീസുൻ ഹസൻ വഖദ് സബഖ ശറഹു ഫി ബാബി ഹുസ്നുൽ ഖുൽഖ്. ബാബു ഹുസ്നുൽ ഖുൽഖ് എന്നറിയുന്ന ബാബിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു കറാഹത്തി കൗലിഹി. ഒരാൾ പറയൽ മോശമാണ് എന്ന് പറയുന്ന ബാബ്. ഹബുസത്ത് നഫ്സീൻ, ആ വാക്ക് പറയരുത്. ആ അർത്ഥത്തിലുള്ള വേറെ വാക്ക് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങൾ ഒരാൾ നിശ്ചയം പറയരുതേ ഹബുസത്ത് നഫ്സി, എൻ്റെ നഫ്സ് ഹബീസായി എന്ന് പറയരുത്. വലാക്കിൻ ലിയഖുൽ, എങ്കിൽ ഒരാൾ പറയട്ടെ ലഖിസത്ത് നഫ്സി, ഒരേ അർത്ഥത്തിനാണ് ലഖിസത്ത് നഫ്സി എന്നേ പറയേണ്ടത്. മുത്തഫഖുൻ അലൈഹി. ഖാലൽ ഉലമാഉ, ആലിമീങ്ങൾ പറയാണ് മഅന ഹബുസത്ത്, ഹബുസത്ത് നഫ്സി എന്നതിൻ്റെ അർത്ഥം ഓസത്ത്, എൻ്റെ മനസ്സാകെ വൃത്തികേടായി പോയല്ലോ, കേടുന്നു പോയല്ലോ. വഹുവ, ഇത് തന്നെയാണ് മഅന ലഖിസത്ത്, ലഖിസത്തിൻ്റെ അർത്ഥവും. പക്ഷെ ലാക്കിൻ കരിഹ ലഫ്ലൽ ഹുബ്സി, പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹുബ്സിന്ന് പിടിച്ചുങ്ങാണ്ട് ഹുബ്സ് ഹബിസത്ത് ഹബുസത്ത് എന്ന് പറയൽ മുത്തനബിക്ക് ഇഷ്ടമല്ല. പിന്നെ ഹുബ്സി വൽ ഖബായിസി എന്നൊക്കെ പറയില്ലേ പിശാചിനെ പറ്റി. വാബു കറാഹത്തി തസ്മിയത്തിൽ ഐനബി കെർമൻ, മുന്തിരിയെ പറ്റി കെർമ് എന്ന് പറയൽ മോശാണ് കാരണം ബാബു. അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസമ്മൂൽ ഐനബ, മുന്തിരിയെ പറ്റി നിങ്ങൾ പറയരുതൽ കെർമ, കെർമ് എന്ന് പറയരുത്. ഫൈനൽ കെർമ അൽ മുസ്ലിമു, നിശ്ചയമായിട്ടും കെർമ് അത് മുസ്ലിമാണ്. മുത്തഫഖുൻ അലൈഹി. വാദൽ മുസ്ലിമി. ഒഫിരിവാത്തി റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ളത് ഫൈനമൽ കെർമു, നിശ്ചയമായിട്ട് കെർമ് എന്ന് പറഞ്ഞാൽ ഖൽബുൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ മനസ്സാണത്. ഒഫിരിവാത്തിൽ ബുഖാരി മുസ്ലിമിൻ, മുസ്ലിമിനും ബുഖാരി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യഖൂലൂന, ആളുകൾ പറയും കെർമു, മുന്തിരിനെ പറ്റി കെർമ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇന്നമൽ കെർമു ഖൽബുൽ മുഅ്മിനി, കെർമ് എന്ന സാല് മുഅ്മിനിൻ്റെ ഖൽബാണത്. അപ്പം വായിലിബിന് ഹജരിൻ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തങ്ങൾ പറയാണ് ലാ തഖൂലു അൽ കെർമു, നിങ്ങൾ കെർബ് എന്ന് പറയരുത് മുന്തിരിനെ പറ്റി. വലാക്കിൻ കൂലു അൽ ഐനബു, എങ്കിലും നിങ്ങൾ മുന്തിരിക്ക് ഐനബ് എന്ന് പറഞ്ഞോളണ്ടി. വൽ ഹലബ, ഹലബ എന്നും പറഞ്ഞോളണ്ടി. അർത്ഥം തന്നെ വൽ റവാഹു മുസ്ലിം. ഹലബ നബി ബത്തിൽ ഹാഇ വൽ ബായി ഹബല, ഹൽബല ഹബല, ബാവിനും ഹായിനും ഫത്തുകൊണ്ട്. കാലു ഐർലൻ ബി സുക്കൂനിൽ ബായി, ഹബുലാന്ന് ബാവിന് സുക്കൂനോണ്ടും പറയലുണ്ട്. അർത്ഥം മുന്തിരി തന്നെയാണ്. നിങ്ങൾ എന്ത് പറയരുത്, കെർമ് എന്നുള്ള വാക്ക് പറയരുത്. ആ പറച്ചിലിനാണ് വിലക്കുള്ളത്. ബാബുന്നഹി, വിലക്കുന്ന ബാബ് അൻ വസ്ഫി മഹാസിനിൽ മർഅത്തി, ഒരു പെണ്ണിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കല്ല തൊട്ട് റജുലിൻ, തൻ്റെ ഭർത്താവിനിക്ക് ലായത്താജീരാതാലിക്ക, എന്നാൽ അത് പറയലേക്ക് പെണ്ണിന് ആവശ്യമില്ല. ഇത് ഓറലും ഷറയും എല്ലാ കാരണത്തിനാലും നിക്കാഹിഹ, ഓളെ കെട്ടുകയോ ഓനവിയ പോലുള്ളതായിരിക്കുന്ന ഓറലൊന്നുമില്ല. അതെ, ഏതെങ്കിലും പെണ്ണിനെ പറ്റി ഭർത്താവിനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയണ ബാബ്. അബ്നി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുബാശിരിൽ മർഅത്തു അൽ മർഅത, ഒരു പെണ്ണിനിക്ക് പെണ്ണുമായി എന്ത് ചെയ്യരുത്, ഇണങ്ങരുത്. ഒരു പെണ്ണെ എവിടെ പോയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടുകൂട്ടി, എന്നിട്ട് ഫതസിഫഹ, ആ പെണ്ണെ പറ്റി പറഞ്ഞിങ്ങനെ കൊടുക്കുക. ആർക്ക്? ഇളി തോന്നിയ തൻ്റെ ഭർത്താവിനിക്ക്. ഞാൻ ഇന്ന് ഇവിടെ പോയപ്പോൾ അവിടെ ടൂറ് പോയപ്പോൾ ഒരു പെണ്ണിനെ കണ്ട്, എന്താണ് ആ പെണ്ണിൻ്റെ ഉസാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കരുത്. ഏതുപോലെ കാനലഹു എന്തുറു ഇലൈഹ, ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ ഭർത്താവ് ആ പെണ്ണിനെ മുമ്പിൽ ഇങ്ങനെ കാണുന്ന മാതിരി. പെണ്ണിൻ്റെ അവതരണം കേട്ടപ്പോഴേ തഫക്കന്നല്ലേ. ബാബു കറാഹത്തി കൗലിൽ ഇൻസാനി ഫി ദുആഇ, ഒരു മനുഷ്യൻ ദുആർക്കുമ്പം പറയണത് മോശമാണ്. കാരണം ബാബു അല്ലാഹുമ്മഗ്ഫിർലി ഇൻഷീത, അനക്ക് മാണെങ്കിൽ പുറത്തോണ്ട, ഇങ്ങനെ അള്ളഹാനോട് എന്ത് ചെയ്യരുത്, ഇൻഷീത്തിട്ട് കണ്ട് എന്ത് ചെയ്യരുത്,
പറയരുത്. ബൽ യജ്സിമു ബി തൊലബീ, തൊലബ് കൊണ്ട് തറപ്പിച്ച് പറയണം. പടച്ചോനെ പുറത്തരന്നെ വേണം, പുറത്തരാതെക്കരുതിട്ടോ അങ്ങനെ പറയേണ്ടി. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يقولن أحدكم, നിങ്ങളൊരാൾ പറയാതിരിക്കട്ടെ നിശ്ചയം, അല്ലാഹുമ്മ ഗഫിർ ലി ഇൻ ശിഇത അല്ലാഹുമ്മ ഇർഹംനി ഇൻ ശിഇത എന്ന് പറയാതിരിക്കട്ടെ. പിന്നെ എന്താ വേണ്ടത്? ലിഅസ്മിൽ മസ്അല, എങ്കിലും എന്ത് ചെയ്യണം? അവൻ ചോദ്യത്തെ തറപ്പിച്ച് ചോദിക്കണം. ഫഇന്നഹു ലാ മുക്രിഹ ലഹു, അള്ളാഹ് നിർബന്ധിക്കുന്നവരാരുമില്ല. എന്നാലും ചോദിച്ചപ്പോൾ എങ്ങനെ ചോദിക്കണം? തറപ്പിച്ചെന്നെ ചോദിക്കണം. മുസ്ലിം റിപ്പോർട്ടിൽ കാണാൻ വലാക്കിൻ ലിഅസിം, എങ്കിലും തറപ്പിച്ച് ചോദിക്കട്ടെ. പ്രതീക്ഷയെ വണ്ണമാക്കുകയും ചെയ്യട്ടെ. ചോദിച്ച് തരും 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 എന്ന് കരുതി തന്നെ ചോദിക്കട്ടെ. ഇവൻ എത്ര കൊടുത്താലും അള്ളാഹ്ക്ക് അത് വലുതൊന്നും അല്ല. നമ്മൾ കൊടുത്ത് വിചാരിച്ചാണ്ട് അവിടെ എന്തെയൊന്നുമില്ല, ഓവറാകൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ഒരാൾ ദ്വാരക്കുകയാണെങ്കിൽ ചോദ്യം അവൻ തറപ്പിച്ച് ചോദിക്കട്ടെ. വലായഖൂലന്ന, നിശ്ചയം പറയാതിരിക്കട്ടെ, അല്ലാഹുമ്മ ഇൻ ശിഇത ഫഅതിനി, അള്ളാഹുവെ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് കൊണ്ടാ എന്നൊരാൾ പറയരുത്. ഫഇന്നഹു ലാ മുസ്തക്രിഹ ലഹു, അള്ളാഹ് നിർബന്ധിക്കാൻ ആരുമില്ല. മുത്തഫഖുൻ അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു കറാഹത്തി കൗലി മാഷാ അല്ലാഹു വശാ ഫുലാൻ. അങ്ങനെ അള്ളാഹുവിനെയും മറ്റൊരു വ്യക്തിയോട് ചേർത്തിക്കാണ്ട് ഷാ വെച്ച് പറയൽ എന്താണ്? മോശാണ് എന്ന് പറയണ ബാബ്. പിന്നെ എങ്ങനെ പറയണ്ടെന്ന് വേഗം പറയും. അൻ ഹുദൈഫത ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലാ തഖൂലു, നിങ്ങൾ പറയരുത് മാഷാ അല്ലാഹു വശാ ഫുലാനുൻ, അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയേണ്ടത്? വലാകിൻ ഖൂലു, എങ്കിലും നിങ്ങൾ പറയണം മാഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാൻ, സുമ്മ കൂട്ടണം. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചു, പിന്നെ ഞാൻ പറയുന്നു ഷാ ഫുലാൻ, ഇന്നാലിനാൾ ഇന്നാലിൻ്റെ കാര്യവും ഉദ്ദേശിച്ചു. അങ്ങനെ പറയണം, സുമ്മട്ട് പറയണം. എന്ത് വരെ ചേർത്തിങ്ങാണ്ട് പറയരുത്. അള്ളാഹുവിൻ്റെ മശീയത്തിനെയും പടപ്പിൻ്റെ മശീയത്തിനെയും കൂടി കൂട്ടിയടിച്ച് പറയരുത്. അതിൻ്റെ അടിയിൽ സുമ്മന്നടിയും പറഞ്ഞു. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സ്വഹീഹ്. ബാബു കറാഹത്തിൽ ഹദീസി ബഅദൽ ഇശാഇൽ ആഖിറ, ലാസ്റ്റത്തെ ഇശാ, അതാ സാധാ നമ്മൾ ഇശാ നിസ്കാരമില്ലേ, ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വർത്താനം പറയുന്നത് മോശമാണ് എന്ന് പറയുന്നത്. വൽ മുറാദു ബിഹി, ഹദീസിൽ വിലക്കപ്പെട്ട വർത്തമാനം കൊണ്ട് ഉദ്ദേശിച്ചത് അൽ ഹദീസുല്ലദീ യകൂനു മുബാഹൻ ഫി ഗൈരി ഹാദിൽ വക്തി, ഈ സമയം അല്ലാത്തയിടത്ത് അനുവദനീയമാക്കപ്പെട്ടതിനെ പറ്റിയാണ് ആ പറയുന്നത്. ഗീബത്തും നമീമത്തും ഇപ്പം എപ്പോഴും കറാൻ തന്നെയല്ലേ, ഇനി അവിടെ അപ്ലൈറ്റുള്ള പ്രശ്നമല്ല പറയുന്നത്. ആ സമയത്ത് സ്പെഷ്യൽ, ആ സമയത്തായി എന്നതിനാൽ വരുന്ന കറാഹത്ത ചർച്ച. വഫീലുഹു വതർക്കുഹു സവാഉൻ, ആ സംസാരം ചെയ്യലും ഒഴിക്കലും സമമായിരുന്നു, പക്ഷെ ആ സമയത്തായതിനാൽ മോശമായതാ ബാബം, നമ്മളെ ബാബിൽ ചർച്ച. അമ്മൽ ഹദീസുൽ മുഹറമു അവിൽ മക്റൂഫി ഗൈരി ഹാദിൽ വക്തി, ഈ സമയമല്ലാത്തപ്പോൾ കറാഹത്താക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ടതോ ആയ വർത്തമാനം ഫഹുവ ഫി ഹാദിൽ വക്തി അശദ്ദു, അത് ഈ വർത്തമാന ഈ സമയത്ത് ശക്തമാണ്. തഹരീമൻ വ കറാത്തൻ, കുറ്റത്തിനാലും കറാത്തിനാലും ഒക്കെ ശക്തി കൂടും. ആദ്യം തന്നെ കറാത്താണ്, ഇഷാസ്കരിച്ച് കണ്ട വർത്താനം പറഞ്ഞാൽ പിന്നെ കറാത്തൊന്ന് കൂടും. ഗീബത്ത് ആദ്യം തന്നെ ഹറാമാണ്, ഇഷാൻ്റെ ശേഷം പറഞ്ഞാൽ ഒന്നും കൂടി ഹറാമ് സ്ട്രോങ് കൂടും. അമ്മൽ ഹദീദ് ഫിൽ ഹൈരി, നല്ലതിലെ വർത്തമാനം. ഉദാഹരണം പറയുകയാണെങ്കിൽ മുദാക്കറത്തിൽ ഇൽമി മുതാലിമീൻ കണ്ടല്ലോ, തെർക്കീബും ഇറാബൊക്കെ പഠിച്ച അർത്ഥമൊക്കെ വെച്ച് പഠിച്ച ഹദീസിൻ്റെ അല്ലെങ്കിൽ വർത്തനല്ലോ ഇൽമിയായ കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ വൈക്കായാത്തി സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ ഉദ്ധരണികൾ ഉദ്ധരിക്കുക. അബൂതാലിബ് എന്ന് ഇങ്ങനെ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അയാദ്യമൊക്കെ പറയുകയാണെങ്കിലും മക്കാരിമിൽ അഖ്ലാഖി, സൽസ്വഭാവങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് എങ്കിൽ ഹദീസു മഅ ലൈഫി, വിരുന്നുകാരുടെ കൂടെ വർത്താനം പറയാം. ഒരാൾ വീട്ടിൽ വിരുന്ന് നിന്ന് എപ്പോഴാണ് വന്നത്, എന്തൊക്കെ സുഖം തന്നെ, രാവിലെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കൂലേ, അയാത് വർത്തമാനം.
മഅ താലിബി ഹാജത്തി, ആവശ്യം തേടുന്നവനോട് കൂടെയുള്ള വർത്തമാനം, നവിദാലിക്ക പോലത്തൊക്കെ ആണെങ്കിൽ ഫലാ കറാഹത്ത ഫീഹി, അതീ സമയത്ത് എന്തില്ല, കറാഹത്തില്ല. ബൽ ഹുവ മുസ്തഹബുൻ, എന്നല്ല സല്ലതും കൂടിയാണ്. ഒരു വിരുന്നുകാരൻ വീട്ടിൽ കയറിയെന്ന് നമ്മൾ വിശ്വസ്കരിച്ചിങ്ങാണ്ട് ഇങ്ങനെ കടക്കാൻ ഒരുക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് വീട്ടിൽ ഒരാൾ വന്നു, വിരുന്ന് വന്നു. അപ്പോൾ വന്നിട്ട് മുണ്ടാതെ അങ്ങനെ നിന്നോ, അവനെന്താ വിചാരിക്കുക, നമ്മൾ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ വീട്ടുകാരന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നൂലേ? അങ്ങനെ തോന്നരുത്. അതുകൊണ്ട് വർത്തമാനമൊക്കെ അന്വേഷിക്കൊക്കെ വേണം. അതുപോലെ തന്നെ ഇശാസ്കരിച്ചിട്ട് രണ്ടാം ദർസിലൊക്കെ കുട്ടികൾ കിതാബ് ഓതി പഠിച്ചു. ഫത്തുൽ മീനും മഹല്ലിയും ജമ്മും മുഖ്തസറും ബുഖാരിയൊക്കെ കുട്ടികൾ അങ്ങനെ ഓതി പഠിച്ചൂലേ? ഇപ്പോൾ ഇശാസ്കരിച്ചിട്ട് അതിനും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ വെറുതെ കുറച്ച് വർത്താനം കുത്തിരുന്ന് നേരം കളയരുത്. അപ്പം ഈ പറയണേ പക്കതായ പ്രകാരം നല്ല ഹദീസുലി എഴുതിരിൻ, എന്തെങ്കിലും കാരണമുണ്ടായാൽ വർത്തമാനം അതിനും കുഴപ്പമില്ല. ആയിരലിൻ, താൽക്കാലിക പ്രശ്നമുണ്ടാകുമ്പോഴും, ഭയങ്കര വേദന, ഇവിടെ ഭയങ്കര വേദന ഉണ്ട്, ഇവിടെ നിന്ന് ഒഴിഞ്ഞാന്നൊക്കെ പറയില്ലേ നമ്മൾ. അതുപോലെ തന്നെ ഒരാൾ രോഗിയാണ്, എങ്ങനെയുണ്ട് രോഗം, സുഖമുണ്ടോ, അപ്പം എങ്ങനെയുണ്ട്, തലവേദനയും പനി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കൂലേ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ല കറാത്ത ഫീഹി, അതിനെന്തില്ല, കറാത്തില്ല. വഖത്ത് തലാഹാരത്തിൽ അഹാദീസ് സ്വഹീഹത്തു അലാമാ കുല്ലി അലാ കുല്ലി മാ ദക്കർതുഹു, ഞാൻ ഈ പറഞ്ഞതിനൊക്കെ സ്വഹീഹ ഹദീസുകൾ വളരെ പ്രത്യക്ഷമാണ്, ആർക്കുമേ മനസ്സിലാവുന്ന വിധത്തിൽ ഇഷ്ടം പോലെ ഹദീസിൽ വന്നിട്ടുണ്ട്. കറാത്താന്നും ഹറാമോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനൊക്കെ തെളിവ്. പിന്നെ വാൻ ബർസ റളിയല്ലാഹു അൻഹു, അബി ബർസ നിർത്തിട്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യക്റഹു നൗമ, നബിതങ്ങൾക്ക് ഉറക്കം വെറുപ്പായിരുന്നു. ഖബല ഇശായി, ഇശാസ്കരിക്കുന്നതിന് മുമ്പുള്ള ഉറക്കവും, വൽ ഹദീസ ബഅദഹ, ഇശാസ്കരിച്ചതിന് ശേഷമുള്ള വർത്തമാനവും നബിതങ്ങൾക്ക് വെറുപ്പായിരുന്നു. മുത്തഫഖുൻ അലൈഹി. വെറുതെ വർത്താനം പറയരുത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ ഇശാ, നബിതങ്ങൾ ഇശാസ്കരിച്ചു. ഫി ആഖിരി ഹയാത്തി, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകദേശം അവസാന കാലഘട്ടങ്ങളിൽ. ഫലമ്മ സല്ലമ്മ, സലാം വീട്ടിയപ്പോൾ കാല, തങ്ങൾ പറഞ്ഞു, അറായിത്തക്കും ലൈലത്തക്കും ഹാദിഹി, ഈ രാത്രിയെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഫഇന്നല റഅസി മിഅത്തി സനത്തിൻ ലാ യബ്കാ മിമ്മൻ വലാ ലഹ്റിൽ അർദിൽ യൗമ അഹദുൻ, ഇന്നേ മുതൽ 100 കൊല്ലം കഴിയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ ഭൂമിൻ്റെ മേലെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഒരിശം വിഷാൻ്റെ ദിവസം മുത്തനബി പറഞ്ഞാണ്. എന്തായിരുന്നു? ഇന്ന് ഭൂമുഖത്തുള്ള ഒരു മനുഷ്യനും 100 കൊല്ലം കഴിയുമ്പോൾ ഇതേ ദിവസം വരുമ്പോൾ ഉണ്ടാവില്ല, ഭൂമിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. മുത്തഫഖുൻ അലൈഹി. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹും ഇന്തളറു അന്നബിയ്യ, സ്വഹാബത്ത് മുത്തനബിനെ ഇങ്ങനെ കാത്തു. മുത്തനബി ഇഷാൻ്റെ വാങ്ങ് കൊടുത്തിട്ട് ഇങ്ങനെ ഇക്കാമത്ത്, മുത്തനബിന് അനുവാദം കിട്ടിയിട്ടാണ് ഇക്കാമത്ത് കൊടുക്കേണ്ടി. മുത്തനബി ഒരു ആസക്കരിച്ചാൽ വേണ്ടി റൂമിൽ നിന്നിട്ട് വരുന്നതാണല്ല വായിച്ച്. ഇപ്പം ജാഹും, അങ്ങനെ തങ്ങൾ ഓരത്തേക്ക് വന്നു. കരീമം മീൻ ശത്രുല്ലി, രാത്രിൻ്റെ ഏകദേശം പകുതിയായി, അർദ്ധരാത്രി ആകാൻ നേരത്തെ മുത്തനബി ഇങ്ങനെ വരുന്നത്. 11-നും 12-നും ആ നേരത്താണ് ആര് വരുന്നത്? മുത്തനബി ഈശ്വസ്കരിക്കാൻ വേണ്ടി വരും. അതുവരെ സാപത്ത് ഇങ്ങനെ ഇരുന്ന് തൂങ്ങി ഇറങ്ങലൊക്കെ തുടങ്ങി. ഫലമ്മ സല്ലാബിഹിം, ഓലെ കൊണ്ട് നിസ്കരിച്ചപ്പോൾ, അതിന് ഇഷ നിസ്കരിച്ചപ്പോൾ കാല, തങ്ങൾ പറഞ്ഞു, സുമ്മ ഖതബന, പിന്നെ തങ്ങൾ ഞങ്ങളോട് പ്രസംഗമൊക്കെ നടത്തി. ഫകാല, പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, അലാ ഇന്നന്നാസ ഖദ് സ്വല്ലൂ, മനുഷ്യന്മാരുണ്ടല്ലോ പള്ളിക്കൊക്കെ വരാത്തോലൊക്കെ നിസ്കരിച്ച് കടന്നുറങ്ങി. സുമ്മ വറക്കതു, ഓലൊക്കെ ഉറങ്ങി. വൈന്നക്കും ലന്തസാലു ഫി സലാത്തിൻ, നിങ്ങൾ നിസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും. മന്ദതുർത്തുമുസ്സലാ, നിസ്കാരത്തിലായി നിങ്ങൾ കാത്തിരിക്കുന്ന കാലത്തോളം. നിങ്ങൾ നിസ്കാരം കാത്തിക്കല്ലേനോ? മുത്തനബിൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിച്ചിട്ട് കടന്നുറങ്ങാൻ വിചാരിച്ചാൽ ഇത്ര നേരം വൈകിച്ചില്ലെങ്കിൽ ഇത് കാത്തു നിന്ന് 9 മണിക്ക് കാത്തിക്കൽ തുടങ്ങിയിട്ട് 9 ആയി, 9:30 ആയി, 10 ആയി, 10:15 ആയി, 10:30 ആയി, 10:45 11, 11:15, 11:45 ഒക്കെ ആയി. ഇപ്പോൾ ഇത്ര നേരങ്ങൾ കാത്തുന്നില്ലേ? ഇത്ര നേരം കാത്തുക്കുമ്പോൾ ഒക്കെ നിങ്ങൾ എന്തിലാണ്? നിസ്കാരത്തിലായിക്കൊണ്ടേ നിൽക്കുന്ന കൂലി നിങ്ങൾക്ക് വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റവാഹുൽ ബുഖാരി.